അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ഈസാ അലൈഹി ഇസ്ലാം ദൈവമാണെന്നും ഈസാ അലൈഹി ഇസ്ലാം ആരാധനയ്ക്ക് അർഹനാണെന്നും ഈസാ അലൈഹി ഇസ്ലാം അനാദികാലത്തിൽ ദൈവത്തിൽ നിന്നും ജനിച്ച ദൈവമായ ദൈവപുത്രനാണെന്നും ക്രൈസ്തവ പണ്ഡിതന്മാർ ക്രിസ്താബ്ദം 325 നിക്കിയ വിശ്വാസ പ്രമാണം എന്ന പേരിൽ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചു. നിക്കിയ വിശ്വാസ പ്രമാണം പറയുന്നത് ഇങ്ങനെയാണ്: പിതാവിന്റെ ഏകപുത്രനും ദൈവസത്തയുള്ളവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് തുല്യനും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്രകാരം ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനെ അഥവാ യേശു ക്രിസ്തുവിനെ ദൈവസ്ഥാനത്തേക്ക് ഉയർത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനെ പരിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായ പരിശുദ്ധ ഖുർആനിൽ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദ 72-ാമത്തെ ആയത്തിൽ കാണാം: ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയം. നിശ്ചയമായും ദൈവം തന്നെയാണ് മസീഹ് ഇബ്നു മറിയം, മറിയത്തിന്റെ മകനായ മസീഹ് എന്ന് പറഞ്ഞവരുടെ വിശ്വാസത്തിൽ പിഴവ് അല്ലെങ്കിൽ നിഷേധം സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വഖാലൽ മസീഹ്, യഥാർത്ഥത്തിൽ മസീഹ് ജനങ്ങളോട് പറഞ്ഞത്: യാ ബനി ഇസ്രായേല, അല്ലയോ ഇസ്രായേൽ മക്കൾ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ ആരാധിക്കേണ്ടത് ദൈവം, റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും. അതായത് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ജനങ്ങളുടെയും അദ്ദേഹത്തിന്റെയും ഏകനായ ദൈവത്തെ വേണം വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും ആ ദൈവത്തിൽ സാരാംശത്തിലോ സമത്വത്തിലോ ഏതെങ്കിലും തരത്തിലോ പങ്കുവച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അത് കാരണമായിട്ട് അവർക്ക് സ്വർഗം നിഷിദ്ധമായി പോകും എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ലോകത്ത് പഠിപ്പിച്ചതെന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. എന്ന് മാത്രമല്ല, നിക്കിയ വിശ്വാസ പ്രമാണ തത്വങ്ങൾ ഒന്നും തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം അഥവാ യേശു ക്രിസ്തുവിനെ ആരാധ്യനായി കാണുന്ന സമൂഹം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, പരലോകം നന്നാക്കുന്നതിന് വേണ്ടി അതിൽ നിന്നും മടങ്ങണമെന്നും പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ രണ്ട് തത്വങ്ങൾ നിലനിൽക്കുന്നു, രണ്ട് വാദമുഖങ്ങളുണ്ട്. അതൊരു സത്യമാണ്. ക്രിസ്തുമതവും ഇസ്ലാമും ഒന്നാണ് പറയുന്നത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ പല കാര്യങ്ങളും യോജിക്കുന്നതോടൊപ്പം തന്നെ വിയോജിക്കുന്ന അതിപ്രധാനമായ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ, അതായത് അടിസ്ഥാനപരമായ മുഖ്യ കൽപ്പനയിൽ തന്നെ ഇസ്ലാമും ക്രിസ്തു മതത്തിന്റെ അധ്യാപനവും തമ്മിൽ വ്യക്തമായി വ്യത്യസ്തമാണ്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം എന്തു പഠിപ്പിച്ചു എന്ന മാനദണ്ഡത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ആളുകളെയും, അതായത് യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ശ്രദ്ധയെ ക്ഷണിച്ചത്. നമ്മൾ ബൈബിളിലൂടെ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ദൈവമാണെന്നോ, യേശു ക്രിസ്തു ആരാധ്യനാണെന്നോ, യേശു ക്രിസ്തു അനാദികാലത്തിൽ പിതാവിൽ നിന്നും അല്ലെങ്കിൽ സത്യദൈവത്തിൽ നിന്നും ജനിച്ച ഒരു ദൈവമാണെന്നോ പറയുന്ന ഒരു വാക്യം പോലും, ഞാൻ ആവർത്തിക്കുന്നു, ഒരു വാക്യം പോലും ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായി, യേശു ക്രിസ്തു പറഞ്ഞതായി ബൈബിളിൽ ഒരു ഭാഗത്തും കാണുക സാധ്യമല്ല. ബൈബിളിൽ ഒരു ഭാഗത്തും കാണില്ല എന്നല്ല, യേശു ക്രിസ്തു പഠിപ്പിച്ചതായി ഒരൊറ്റ ഭാഗത്തും കാണുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനെ കാണുന്നത് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ചില സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് കാണാം. ചില സമയത്ത് അദ്ദേഹം ശിഷ്യന്മാരെ വിട്ട് ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചു എന്ന് കാണാം. ചില സമയത്ത് പ്രാർത്ഥനയിൽ കണ്ണീർ വാർത്തു എന്ന് കാണാം. ചില സ്ഥലത്ത് ഈസാ അലൈഹി ഇസ്ലാം സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു എന്ന് കാണാം. വേറെ സ്ഥലത്ത് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാവുന്ന പോലെ പ്രാർത്ഥിച്ചു എന്ന് കാണാം. വേറെ സ്ഥലത്ത് കവിണ് വീണ് പ്രാർത്ഥിച്ചു എന്ന് കാണാം. ഏതായാലും നിരന്തരമായി, ഒരു ഭാഗത്തല്ല, നിരവധി ഭാഗത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ധാരാളം ഭാഗത്ത് കാണാം. ഇനിയും ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ദൈവത്തെ കുറിച്ചിട്ടുള്ള വിശ്വാസം എന്തായിരുന്നു? ഇത് മനസ്സിലാക്കുന്നതിന് മാർക്കോസിന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ
യേശുക്രിസ്തുവിന്റെ ജീവിത വിവരണങ്ങൾ, ബയോഗ്രഫി എഴുതുന്ന എഴുതിയ 4 ആളുകളെ കുറിച്ച് ബൈബിളിലുണ്ട്. ഒന്ന് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 പേര്. ഈ എഴുതിയ ആളുകൾ അതിൽപ്പെട്ട ഒരു പുസ്തകമായ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം സ്വന്തം ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ തൗറാത്തിൽ അവഗാഹം നേടിയ, അഥവാ മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൽ അവഗാഹം നേടിയ ഒരു ശാസ്ത്രി, ഒരു പണ്ഡിതൻ അവിടേക്ക് വരുന്നു. യേശുക്രിസ്തു ജനങ്ങളോട് പറയുന്ന മറുപടിയിൽ അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. ഈസാ അലൈഹി ഇസ്ലാം പറയുന്ന മറുപടിയിൽ അദ്ദേഹം തൃപ്തനായി. അതിനുശേഷം ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനോട് ഇദ്ദേഹം ചോദിച്ചു, ഈ ശാസ്ത്രി, വേദ പണ്ഡിതൻ, തൗറാത്തിൽ അവഗാഹം നേടിയ ഈ പണ്ഡിതൻ ചോദിച്ചു, അല്ലയോ ഗുരു, മുഖ്യമായ കൽപ്പന ഏതാ? താങ്കൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാ? ശ്രദ്ധിച്ചു കേൾക്കുക. ആ സമയത്ത് യേശുക്രിസ്തു പറയുന്നതായിട്ട് ഇങ്ങനെയാണ്: ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടുകൂടി ആ കർത്താവിനെ സ്നേഹിക്കണം. ഇതാകുന്നു മുഖ്യമായ കൽപ്പന. രണ്ടാമത്തേതോ, നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. മറുപടി ശ്രദ്ധിച്ചോണം, വാക്കുകൾ ശ്രദ്ധിച്ചോണം. ഇസ്രായേലെ കേൾക്ക, നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏക കർത്താവ് എന്നല്ല. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, അതായത് ശാസ്ത്രിയുടെയും യേശുവിന്റെയും ശ്രോതാക്കളുടെയും എല്ലാം കർത്താവ്, ഏക കർത്താവ്. യേശുക്രിസ്തു മറുപടി പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ട ശാസ്ത്രി, അദ്ദേഹം ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായി തൗറാത്തിന് വിരുദ്ധമായിട്ടൊന്നുമല്ല യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, നല്ലത് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേ ഉള്ളൂ, അവനല്ലാതെ, നിങ്ങളല്ലാതെ എന്നല്ല, നിങ്ങൾക്ക് 3 പേരുണ്ടെന്നല്ല, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. ശാസ്ത്രി മറുപടി പറഞ്ഞു തീരുന്നു. യേശുക്രിസ്തു അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് കണ്ടിട്ട് യേശുക്രിസ്തു പറഞ്ഞു, നീ സ്വർഗരാജ്യത്തിൽ നിന്നും ഒട്ടും അകന്നവനല്ല എന്ന്. യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നത് വ്യക്തമായി ദൈവവിശ്വാസം മോശയിൽ നിന്നും പഠിച്ച, മുൻകാല മൂസ അലൈഹി ഇസ്ലാമിൽ നിന്നും പഠിച്ച നല്ല പണ്ഡിതനാണ് ചോദിക്കുന്നത്. ചോദ്യം കേട്ടു, യേശുക്രിസ്തു കൃത്യമായ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു, അദ്ദേഹവും മനസ്സിലാക്കി, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. ഇത് കേട്ടിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ഗുഡ്, നീ സ്വർഗരാജ്യത്തിന് ഒട്ടും അകന്നവനല്ല, നീ സ്വർഗത്തിൽ പോകും എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇനി വേറെ സ്ഥലത്ത് കാണാം, യേശുക്രിസ്തുവും ശമരിയ സ്ത്രീയുമായി സംസാരിക്കുന്ന സ്ഥലത്ത് യേശുക്രിസ്തു പറയുന്നു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ, ഇവിടെ ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഒരു വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് ഈസാ അലൈഹി ഇസ്ലാം ഉദ്ദേശിച്ച പിതാവ് എന്ന വാക്ക്? ഈസാ അലൈഹി ഇസ്ലാം ഒരു സ്ഥലത്തും എന്റെ മാത്രം പിതാവ് എന്നൊരു സ്ഥലത്തും പറയുന്നില്ല, നേരെ മറിച്ച് നമ്മുടെ പിതാവ്, അതായത് അവിടെ വിശ്വാസികളായ മുഴുവൻ ആളുകളുടെ പിതാവ്. ഏതർത്ഥത്തിൽ? യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ ആരും പിതാവെന്നു പേർ എടുക്കരുത്, നിങ്ങളുടെ പിതാവ് ഒരുവൻ മാത്രം, സ്വർഗസ്ഥൻ. ആകെ ഒറ്റ പിതാവേ ഉള്ളൂ. എന്നാൽ ഇതേ യേശുക്രിസ്തു തന്നെ വേറെ സ്ഥലത്ത് പറയുന്ന കാണാം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പൊ പിതാവെന്ന് ആ അർത്ഥത്തിൽ ഉപയോഗിക്കാം. വേറെ സ്ഥലത്ത് ഈസാ അലൈഹി സ്വലാം ആത്മീയ അർത്ഥത്തിൽ പറയുന്നു, അബ്രഹാം പിതാവ്. അപ്പോഴും പിതാവെന്ന് ആ അർത്ഥത്തിൽ ഉപയോഗിക്കാം. പിന്നെ ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ദൈവത്തിനെ വിളിച്ച രീതിയിൽ പരിപാലകൻ എന്നുള്ള അർത്ഥത്തിൽ, സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിൽ ഈസാ അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടു? വേറെ ആരെ നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്, പിതാവ് ഒരുവൻ. നിങ്ങൾ മറ്റാരും നായകൻ എന്ന് പേരെടുക്കരുത്, നിങ്ങളുടെ നായകൻ ഒരുവൻ, ക്രിസ്തു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഇതാണ് 3 തട്ട്. 1, വിശ്വാസികളെല്ലാം സഹോദരന്മാരാണ്. 2, ഇവർക്കൊരു സയ്യിദുണ്ട്, ഒരു നേതാവുണ്ട്. ആ നേതാവ് ആരാ? ഈസാ അലൈഹി ഇസ്ലാം. ഇവർക്കെല്ലാവർക്കും ഒറ്റ രക്ഷിതാവേ ഉള്ളൂ, അത് അള്ളാഹുവാണ്, അത് ദൈവമാണ്. വേറെ സ്ഥലത്ത് ഈസാ അലൈഹി ഇസ്ലാം പറയുന്നത് കാണാം, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ 17-ാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ അധ്യായം മുഴുവൻ യേശുവിന്റെ പ്രാർത്ഥനയാണ്. തുടക്കത്തിൽ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം 2ാമത് അപ്പോസ്തലന്മാർക്ക്, ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3ാമത് അവർ വഴി വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഫുൾ പ്രാർത്ഥനയുടെ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. പ്രാർത്ഥിക്കുന്ന ദൈവമല്ല, പ്രാർത്ഥിക്കുന്ന പ്രവാചകനാണ് കേട്ടോ. അങ്ങനെ ഈ പ്രവാചകൻ ഈസാ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഈസാ അലൈഹി ഇസ്ലാം പറയുന്നു,
ഏക സത്യദൈവമായ നിന്നെയും ഏക സത്യദൈവമായ ഞങ്ങളെ എന്നല്ല, ഏക സത്യ ദൈവമായ നിന്നെ എന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള ഭാഗത്ത് കാണാം. മറ്റൊരു സന്ദർഭത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഈസാ അലൈഹി ഇസ്ലാമിന്റെ സമകാലികനായ പ്രവാചകനായ യഹിയ അലൈഹി ഇസ്ലാം, യഹിയ അലൈഹി ഇസ്ലാം സ്നാപക യോഹന്നാൻ എന്ന് ബൈബിളിൽ പറയും. സ്നാപക യോഹന്നാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു. താങ്കളും ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ അവർക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സ്വർഗസ്ഥനായ യേശുക്രിസ്തു ഭൂമിയിലാണ്, സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാൻ ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് കേട്ട ശിഷ്യന്മാർ എന്തു പറയണം? ഇവിടെ യഹിയ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിനോടാണല്ലോ, കാരണം യേശുവാണല്ലോ യഹിയ അലൈഹി ഇസ്ലാമിന്റെ ദൈവമെങ്കിൽ അവരെങ്ങനെ പറയണം? നേരെ മറിച്ച് യഹിയ അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ, യോഹന്നാൻ സ്നാപകന്റെ ആളുകൾ ഒന്നും പറഞ്ഞില്ല. ആ യോഹന്നാൻ സ്നാപകന്റെ ഇടയ്ക്ക് ശിഷ്യന്മാർ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കാൻ പറഞ്ഞ ശിഷ്യന്മാർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന കേട്ട് പഠിച്ച് അവർ പോവുകയുണ്ടായി. ഇനിയും യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിലൂടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നു. നേരത്തെ സഹോദരൻ ഷമീർ മദനി പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ വിശദീകരിച്ചു. ആ സമയത്ത് ഈസാ അലൈഹി ഇസ്ലാം പറയുന്നത് കാണാം. ഈസാ അലൈഹി ഇസ്ലാം ഒരു പ്രധാനപ്പെട്ട 3 സംഭവം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ബെഥാനിയയിലെ ലാസർ എന്ന് പറയുന്ന ബെഥാനിയയിലെ ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ച സംഭവം. യേശുക്രിസ്തു ബെഥാനി എന്ന നാട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു കുടുംബമുണ്ട്, ലാസറും മാർത്തയും മറിയും, അവർ സഹോദരങ്ങളാണ്. യേശുക്രിസ്തുവിന് ആ കുടുംബവുമായിട്ട് വലിയ ബന്ധമുണ്ട്. ലാസർ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു ആ നാട്ടിലേക്ക് ചെല്ലുന്നത്, ബെഥാനിയയിലേക്ക് ചെല്ലുന്നത്. യേശുക്രിസ്തു അവിടെ ചെല്ലുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി വന്ന ലാസറിന്റെ സഹോദരി മാർത്തയും യേശുക്രിസ്തുവും തമ്മിൽ നടത്തുന്ന ചില സംഭാഷണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. മാർത്ത വന്നിട്ട് യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ഗുരു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കാരണം നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് എനിക്കറിയാം. എന്താ? യേശുക്രിസ്തു ഉള്ളത് കൊണ്ട് ലാസർ മരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? യേശുക്രിസ്തു പ്രാർത്ഥിച്ചാൽ ദൈവം എന്ത് ചെയ്യും? സ്വീകരിക്കും എന്ന് മാർത്ത വിശ്വസിച്ചു. അങ്ങനെ യേശുക്രിസ്തുവും മാർത്തയും കൂടെ സംഭാഷണം നടക്കുമ്പോൾ വീണ്ടും മാർത്തയോട് യേശുക്രിസ്തു ചോദിക്കുന്നു, നീ എന്നെ വിശ്വസിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ മാർത്ത പറയുന്നു, ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം യേശുക്രിസ്തു മാർത്തയും കൂട്ടിക്കൊണ്ട് ഈ കല്ലറയുടെ അടുക്കലേക്ക് പോകുന്നു. ലാസറിന്റെ കല്ലറയുടെ അടുക്കൽ ചെല്ലുന്നു. അവിടെയും യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, പിതാവേ, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്കറിയാം. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നറിയാം. എങ്കിലും ദൈവം നീ എന്നെ അയച്ചു എന്ന് ഈ ലോകം വിശ്വസിക്കേണ്ടതിന്, ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഞാൻ പറയുന്നു, ലാസറെ പുറത്തു വരിക. ജനം എന്ത് വിശ്വസിക്കണം? ഈസാ അലൈഹി ഇസ്ലാം കാണിക്കുന്ന ഈ അത്ഭുതം കാണുമ്പോൾ എന്ത് വിശ്വസിക്കണം? ഈസാ അലൈഹി ഇസ്ലാമിനെ ലോകത്തിലേക്ക് അയച്ചു. ഈസാ അലൈഹി ഇസ്ലാം ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ഈസാ അലൈഹി ഇസ്ലാം ചെല്ലുന്നു. ആ സമയത്ത് ഒരു ശവമഞ്ചം ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് വരുന്നു. ഒരു ഉമ്മയുടെ ഒരു ഏക മകൻ. ഈസാ അലൈഹി ഇസ്ലാം ആ ശവമഞ്ചത്തെ തൊട്ടു. ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. ആ മനുഷ്യൻ മരണത്തിൽ നിന്നും ജീവനുള്ള ഒരു മനുഷ്യനായിട്ട് മാറി. ആ സമയത്ത് ആ ജനങ്ങൾ എന്ത് പ്രതികരിച്ചു എന്ന് അവിടെ കാണാം. ഇതാ മഹാനായ ഒരു പ്രവാചകൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ കണ്ട ജനം ആരും പറഞ്ഞില്ല, ഓ ദൈവം തന്നെ വന്നിരിക്കുന്നു, ഇത് ദൈവമാണെന്ന് ആരും പറഞ്ഞില്ല. നേരെ മറിച്ച് ആ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി, മഹാനായ ഒരു പ്രവാചകൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന്. മറ്റൊരു സന്ദർഭത്തിൽ ജന്മന അന്ധനായിരുന്ന ഒരു ആളുടെ കണ്ണിനെ കാഴ്ച നൽകിയതിനു ശേഷം യേശുക്രിസ്തു ഈ മനുഷ്യനെ ദേവാലയത്തിലേക്ക്, അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വിട്ടതിനു ശേഷം അവിടുത്തെ അവിശ്വാസികളായ യഹൂദന്മാരും ഈ കണ്ണിന് സുഖം ലഭിച്ച കാഴ്ച കിട്ടിയ ഈ മനുഷ്യനും തമ്മിൽ നടക്കുന്ന ചില സംഭാഷണങ്ങൾ കാണാം. ആ നിഷേധികളായ യഹൂദന്മാർ എങ്ങനെയും ഈസാ അലൈഹി ഇസ്ലാമിനെ ഒരു മോശക്കാരനായി, ഒരു വ്യാജവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഇദ്ദേഹം യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. അപ്പോഴവർ ചോദിച്ചു, അവർ പലതും പറഞ്ഞു, അവൻ കള്ളനാണ്, അവൻ വ്യാജനാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയല്ലോ ദൈവം കേൾക്കുന്നത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് എൻ്റെ അസുഖം മാറാനുള്ള കാര്യം അദ്ദേഹം ഒരു മോശക്കാരനല്ല, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു എന്നാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ നിന്നും അത്ഭുതം കിട്ടിയ ആളുകളും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സംഭവങ്ങൾ കണ്ട ആളുകളും എല്ലാം തന്നെ യേശുക്രിസ്തു മഹാനായ ഒരു പ്രവാചകനാണെന്ന് മാത്രമേ വിലയിരുത്തിയിട്ടുള്ളൂ. വേറെയും സന്ദർഭങ്ങൾ യേശുക്രിസ്തു പറയുന്നത് കാണാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറികൾ അടച്ച് അദൃശ്യനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് തുടങ്ങി യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുന്നു, ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭങ്ങളിൽ ഒന്നും യേശുക്രിസ്തു സ്വയം ആരാധന ആവശ്യപ്പെടുകയോ ആരാധനയ്ക്ക് അർഹനാണെന്നോ പറയുന്ന ഒരൊറ്റ വാക്യം പോലും ഇല്ല എന്നാണ് നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ, സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. മാത്രമല്ല, യേശുവിന്റെ വിയോഗശേഷം യേശുവിന്റെ അനുയായികളായ അപ്പോസ്തലന്മാർ നടത്തിയ 2 പ്രാർത്ഥന, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം, നമ്മൾ ഹയാത്ത് സഹാബ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകം. ആ 5-ാമത്തെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ 2 പ്രാർത്ഥന ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, അവിടുത്തെ വിശുദ്ധ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവരെന്താ മനസ്സിലാക്കിയത്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യേശു എന്നോ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഇവർ എന്നോ അല്ല, നേരെ മറിച്ച് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അവിടുത്തെ പരിശുദ്ധ ദാസനായ വിശുദ്ധ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ഇനിയും കാണാം, അടുത്ത അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ 2-മതും പ്രാർത്ഥിക്കുന്നത് കാണാം. അതും ശ്രദ്ധിച്ചോ, കാരണം ചോദ്യോത്തര വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. യേശുവിന്റെ അനുയായികൾ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചത് കാണാം, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സർവ്വതും സൃഷ്ടിച്ച നാഥ. തുടർന്ന് താഴോട്ട് വരുമ്പോൾ കാണാം, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരായി ഇന്ന ഇന്ന ആളുകൾ ശത്രുത കൂടി. ഇവിടെയും ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സർവ്വതും സൃഷ്ടിച്ചവനായിക്കൊണ്ട് അപ്പോസ്തലന്മാർ വിലയിരുത്തിയത് യേശുവിനെ അല്ല, നേരെ മറിച്ച് ആ ദൈവത്തിന്റെ വിശുദ്ധ ദാസനാണ് യേശു എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസം ഇതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. നമ്മൾ ക്രൈസ്തവ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ ക്രൈസ്തവ സുഹൃത്തുക്കളും പറയും, ഞങ്ങളും ഏകദൈവ വിശ്വാസികളാണ്. കാരണം ആ ഒരു മാനദണ്ഡം അവർക്കും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കും വളരെയധികം പ്രതീക്ഷയുള്ളത്. നേരെ മറിച്ചിട്ട് ഒരാൾ പറയുകയാണ്, ഞാൻ ബഹുദൈവ വിശ്വാസിയാണ്, ഞങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് മുൻകാലത്തുള്ള ആളുകൾ ഞങ്ങളെ പഠിപ്പിച്ചത് എന്നവർ പറഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ചിട്ട് ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾ ആരും തന്നെ 3 ദൈവങ്ങളുണ്ട് എന്ന് പറയാറില്ല. അവരെല്ലാവരും ഒരു ദൈവമുണ്ടെന്നാണ് പറയാറ്. കാരണം ഏക ദൈവമാണ്. 3 ഉണ്ടെങ്കിലും അതിലൊരു ഏകമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങളും കറതീർന്ന തൗഹീദിന്റെ, അതായത് ഏകദൈവ വിശ്വാസികളാണെന്നാണ് ക്രൈസ്തവ സഹോദരങ്ങൾ അവകാശപ്പെടുന്നത്. ഈ അവകാശവാദങ്ങൾ നമുക്ക് വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ചില ക്രൈസ്തവ സുഹൃത്തുക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ധാരാളം ഉപമകൾ, ധാരാളം ഉദാഹരണങ്ങൾ അവർ പറയാറുണ്ട്. നമ്മൾ ക്രൈസ്തവ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ക്രൈസ്തവർ മറുപടി പറയും, ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറയുന്ന 3 ദൈവമില്ലേ? രണ്ടാമത് നമ്മൾ ചോദിക്കുകയായി. അപ്പൊ അവരുടെ മറുപടി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന 3 ആളത്വങ്ങൾ അടങ്ങിയ ഏക ദൈവം. അഥവാ സാരാംശത്തിൽ ഇവർ 3 പേരുണ്ടെങ്കിലും, ആളത്വം 3 ഉണ്ടെങ്കിലും ഇവർ സാരാംശത്തിൽ ഒന്നായിരിക്കും. ഞാൻ ക്രൈസ്തവനായി ജീവിച്ച സമയത്തും എന്നോട് ഇത് പറഞ്ഞപ്പം എനിക്കിത് മനസ്സിലായില്ല. എന്താണ് ഈ സാരാംശത്തിൽ ഈ 3 എങ്ങനെയായി ഒന്നാകുന്നതെന്ന് ഞാൻ എത്ര നോക്കിയിട്ടും കഴിഞ്ഞില്ല. അപ്പൊ അവർ ധാരാളം ഉദാഹരണങ്ങൾ എന്നോട് പറഞ്ഞു. അതിലൊരു ഉദാഹരണമാണ് റബ്ബറിങ്ക. റബ്ബറിങ്കയുടെ ഉദാഹരണം എന്ന് പറയുന്നത്, റബ്ബറിങ്കയ്ക്കകത്ത് 3 കുരുവുണ്ട്, പക്ഷെ മൊത്തം എത്രയാണെന്ന് ചോദിച്ചാൽ 1 പറയും. ചില ആളുകളോട് ചോദിക്കുമ്പോൾ, നമ്മളിവരുടെ വേറെ ആളുകളോട് ചോദിക്കുമ്പോൾ ആ ആളുകൾ പറയുന്ന ഉദാഹരണം ആപ്പിളിന്റെ ഉദാഹരണമാണ്. ആപ്പിൾ എങ്ങനെയാണ്?
ആപ്പിളിന്റെ തൊലി, അതിനുശേഷം അതിന്റെ ഫ്ലഷ്, അതിന്റെ മാംസം, പിന്നെ മൂന്നാമത് കുരു. ഇത് മൂന്നുണ്ടെങ്കിൽ ആപ്പിൾ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. വീണ്ടും ഉദാഹരണങ്ങളുണ്ട്. മുട്ടയാണ് അടുത്ത ഉദാഹരണം. മുട്ട പറയും, അതിന് മുട്ടയുടെ തോടുണ്ട്, പിന്നെ വെള്ളയുണ്ട്, പിന്നെ മഞ്ഞയുണ്ട്. അങ്ങനെ മൂന്നാണെങ്കിലും മുട്ട എത്രയേ ഉള്ളൂ? ശരിയാണ്, മുട്ടയൊന്നേ ഉള്ളൂ. ചില ആളുകൾ പിന്നെയും പറയും, ഞാൻ തന്നെ പിതാവാണ്, ഞാൻ തന്നെ എൻ്റെ അച്ഛൻ്റെ മകനാണ്, ഞാൻ തന്നെ സുവിശേഷകനുമാണ്, എന്നാൽ ഞങ്ങൾ മൂന്നുപേരും ഒരാളല്ലേ? അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇത് മൂന്ന് പേരുണ്ടെങ്കിലും ഒന്നാണ്. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മൾ കച്ചവടക്കാരനാണ്, നമ്മൾ പഠിക്കുകയായിരുന്നു, അങ്ങനെ ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം പറയാമെങ്കിലും ഈ ആളുകൾ ഈ രീതിയിൽ ഉദാഹരണം പറയാറുണ്ട്. ഈ ഉദാഹരണം കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ത്രിഏക ദൈവവിശ്വാസം എന്താണെന്ന് അവരുടെ പണ്ഡിതന്മാർ അവരോട് പറഞ്ഞ് ശരിയായ രീതിയിൽ അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ കണ്ട സത്യം, യഥാർത്ഥത്തിൽ അവർ പറയുന്ന വിശ്വാസം, നിങ്ങൾക്ക് നമ്മൾ ഇന്റർനെറ്റിലേക്കൊക്കെ പോയി നമ്മളിത് പരിശോധിച്ചാൽ, ഡയഗ്രാം ഓഫ് ട്രിനിറ്റി, ട്രിനിറ്റിയുടെ ചിത്രം നമ്മൾ തേടിയാൽ കാണുന്ന ഒരു ചിത്രമാണിത്. നമുക്കതിലേക്ക് നോക്കിയാൽ കാണാം, ഫാദർ ഒരു മൂലയിലുണ്ട്, സണ്ണ് ത്രികോണത്തിന്റെ ഒരു മൂലയിലുണ്ട്, ഹോളി സ്പിരിറ്റ് ത്രികോണത്തിന്റെ ഒരു മൂലയിലുണ്ട്. ഇത് മൂന്നും നടുക്കോട്ട് ഘടിപ്പിച്ചിരിക്കുന്നു, ഗോഡിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാം ഈസ് ആണ്. ഫാദർ ഈസ് ഗോഡ്, സൺ ഈസ് ഗോഡ്, ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നിട്ട് ഈ മൂന്ന് മൂലകളെ യോജിപ്പിക്കാൻ വേണ്ടി ഒരു ബൈൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈസ് നോട്ട്, ഈസ് നോട്ട്, ഈസ് നോട്ട് എന്ന് വെച്ചാൽ പിതാവ് പുത്രനല്ല, പുത്രൻ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ പിതാവുമല്ല. എന്നാൽ ഇത് മൂന്നും ഓരോന്നും ദൈവമാണ്. എങ്ങനെ? പിതാവ് മാത്രം ദൈവമാണ്, പിതാവും പുത്രനും കൂടുമ്പോൾ ഒരു ദൈവമല്ല, പിതാവ് മാത്രം ദൈവമാണ്, പുത്രൻ മാത്രം ദൈവമാണ്, പരിശുദ്ധാത്മാവ് മാത്രം ദൈവമാണ്. പക്ഷെ പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല പിതാവ്. എങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഉദാഹരണം ഇതിന് ഫിറ്റാണോ? എങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഉദാഹരണം ഫിറ്റാണോ? ആപ്പിളിനെ കുറിച്ച് പറഞ്ഞു, ആപ്പിളിന്റെ തൊലി, ആപ്പിളിന്റെ മാംസം, ആപ്പിളിന്റെ കുരു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആരെങ്കിലും ആപ്പിളിന്റെ തൊലിയെ കയറി ആപ്പിൾ എന്ന് വിളിക്കൂ? ആപ്പിളിന്റെ മാംസത്തെ കയറി ആരെങ്കിലും ആപ്പിൾ എന്ന് വിളിക്കൂ? ആപ്പിളിന്റെ കുരുവിനെ കയറി ആരെങ്കിലും ആപ്പിൾ എന്ന് വിളിക്കും? ഇത് മൂന്നും കൂടെ കൂടിയാൽ മാത്രമേ എന്താവുള്ളൂ? ആപ്പിൾ ആവുള്ളൂ. മുട്ടയെ കുറിച്ചിട്ട് പറയുമ്പോൾ മുട്ടത്തോട് കണ്ടിട്ടാരല്ലോ മുട്ടയെന്ന് പറയുമോ? അത് മുട്ടത്തോടെന്നേ പറയുള്ളൂ. എന്നാൽ ഇവിടെ പിതാവെന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ഒരു ഭാഗമാണെന്നല്ല പഠിപ്പിക്കുന്നത്. പിതാവെന്ന് പറയുന്നത് ദൈവമാണ്, പുത്രൻ എന്ന് പറയുന്നത് മറ്റൊരു ദൈവമാണ്, പരിശുദ്ധാത്മ എന്ന് പറയുന്നത് തികച്ചും മറ്റൊരു ദൈവമാണ്. എന്നാൽ ഈ മൂന്ന് ദൈവങ്ങളും സാരാംശത്തിൽ ഒന്നാണ്. എന്താ ഈ സാരാംശം? വളരെ ക്രൈസ്തവ സാധാരണക്കാരെ ഏകദൈവ വിശ്വാസമാണെന്ന് വരുത്തി തീർത്ത് പുരോഹിതന്മാർ ഉണ്ടാക്കിയ ഒരു പ്രത്യേക പദപ്രയോഗമാണ് ത്രിഏകം. അതിൽ ഒന്നാമതായിട്ട് അതിനകത്ത് നമ്മൾ കണ്ടു, ഫാദർ ഈസ് നോട്ട് ദി സൺ, പിതാവാരല്ല, പുത്രൻ. പിതാവ് എന്ന് പറയുന്ന പൂർണ്ണമായ ദൈവം ഒരിക്കലും പുത്രൻ എന്ന് പറയുന്ന ദൈവം അല്ല. പുത്രൻ എന്ന ദൈവം ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്ന ദൈവം അല്ല. അങ്ങനെ ആ മൂന്ന് മൂലകളെ യോജിപ്പിക്കുന്ന അല്ല എന്നുള്ള പദം നമ്മൾ, ആ ഭാഗം നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് മൂന്ന് ദൈവങ്ങളെയാണ് അവിടെ കാണുന്നത്. എന്നാൽ ക്രൈസ്തവ സുഹൃത്തുക്കളോട് സാധാരണയായി ചോദിക്കുമ്പോൾ അവര് യേശു ദൈവമാണോ എന്ന് ബൈബിളിൽ യേശു ദൈവമാണെന്ന് സമർത്ഥിച്ചതായി എവിടെയെങ്കിലും ഒരു വാക്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു ദൈവമാണെന്നുള്ളതിന് തെളിവല്ല പറയുക, നേരെ മറിച്ച് പുത്രനും പിതാവും ഒന്നാണെന്ന് സ്ഥാപിക്കുന്ന വാക്കുകളാണ് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഈസാ അലൈഹി സ്വലാം പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവ് എന്നിലും ഞാൻ അവനിലുമാകുന്നു, ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ വഴി ഇവരെ ആകെ സമർത്ഥിച്ചെടുക്കുന്ന ഒരു വിഷയം യേശു ക്രിസ്തു തന്നെ പിതാവാണെന്നാണ്. എന്നാൽ ത്രിയേകത്വത്തിന്റെ ആദ്യത്തെ പാഠം തന്നെ പുത്രനല്ല പിതാവെന്നാണ്. ത്രിയേകത്വത്തിന്റെ ഒന്നാം പാഠം പഠിപ്പിക്കുന്നത്
പുത്രനാണ് പിതാവെന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്ന്. പക്ഷെ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക്, കാരണം സാധാരണയുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ഗ്രാഹ്യവുമില്ല. നമുക്ക് ഇവരുടെ പണ്ഡിതന്മാരുടെ പുസ്തകം നമുക്ക് നോക്കാം. എന്താണ് അവർ ത്രിഏകത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? ഇത് ക്രിസ്ത്യൻ മിഷൻ സൊസൈറ്റി പുറത്തിറക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു വലിയ ഗ്രന്ഥമാണ്. അതിനകത്ത് ധാരാളം ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. തിയോളജി പ്രോപ്പർ ഉണ്ട്, ഡീമനോളജി ഉണ്ട്, ന്യൂമറ്റോളജി ഉണ്ട്. അങ്ങനെ ധാരാളം അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ പല കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് ബിബ്ലിയോളജി ഉണ്ട്, ഏഞ്ചലോളജി ഉണ്ട്, സാറ്റാനോളജി ഉണ്ട്. ഇങ്ങനെ വളരെ ബൃഹത്തായി ഇറക്കിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നപ്പോൾ വളരെ വൈഫായ, വളരെ ദുർബലമായ അവസ്ഥയിലാണ് അവർ വിഷയത്തിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കുക, അവർ പറഞ്ഞു തുടങ്ങുന്നു ദൈവിക സാരാംശത്തിലെ ഏകത്വവും തൃത്വവും. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്രൈസ്തവ ലോകം പറയുന്ന ഏകം എന്ന് വെച്ചാൽ ഒരു ദൈവം അല്ല എന്നാണ്. നേരെ മറിച്ച് ഇത് ഏതർത്ഥത്തിൽ ഒന്നാകുന്നു എന്ന് പഠിക്കുമ്പോൾ അവർ ആകെ പറയുന്നത് ഇത് മാത്രമാണ്: ഞങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ട്, പക്ഷെ ആ ദൈവങ്ങൾ തമ്മിൽ സമരാണ്, അവർ തുല്യമായ ഗുണമുള്ളവരാണ്, അവർ തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. അതായത് ബഹുദൈവ വിശ്വാസികളാണ് ഞങ്ങൾ, പക്ഷേ തമ്മിൽ പ്രശ്നം അവർ തമ്മിലില്ല, അവർ തമ്മിൽ ഏറ്റക്കുറവില്ല. ഇത് ഒരിക്കലും ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമല്ല. ശ്രദ്ധിക്കാം, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഏകനും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ തുല്യരായ 3 ആളത്തങ്ങളുള്ള വ്യക്തിത്വമാണെന്ന് തിരുവെഴുത്ത്, അതായത് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ആദ്യം ഒരു കാണാപ്പാടം പറയുകയാണ്. ഈ ആളത്തങ്ങൾ 3 ദൈവങ്ങളല്ല. അത് ആദ്യം ഇങ്ങനെ ഇവർ കാണാപ്പാടം ഇങ്ങനെ പറയുന്നതാണ്. ഈ ആളത്തങ്ങൾ 3 ദൈവങ്ങളല്ല. ശേഷം ഏകദൈവം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തൃതീയ ഭാവങ്ങളിൽ വെളിപ്പെട്ടതുമല്ല. എന്ന് വെച്ചാൽ ഒരേ ദൈവം തന്നെ 3 കാലത്തിൽ 3 സമയങ്ങളിൽ പല രൂപത്തിൽ വന്നതല്ല. ഏതുപോലെ നമ്മൾ നേരത്തെ ചില ഉപദേശിമാർ പറയുന്നത് പോലെ ഞാൻ തന്നെ പിതാവാണ്, ഞാൻ തന്നെ സുവിശേഷകനാണ്, ഞാൻ തന്നെ മകനാണ് എന്ന് പറയുന്നത് പോലെ തൃതീയ കാലത്ത് 3 അവസ്ഥയിൽ 3 അവസ്ഥയിൽ വന്ന ഒരു ദൈവം അല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ വീട് സന്ദർശിച്ച ഒരു വിനോദ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ നോക്കിയായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സാക്ഷി അപ്പോളജറ്റിക് ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന, അതേപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം എൻ്റെ വീട് സന്ദർശിച്ചു. അദ്ദേഹം ഒരു 5-6 ദിവസം മുമ്പ് എന്നോട് സന്ദർശിച്ചിട്ട് എന്നോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ സമീപിച്ചത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ദൈവത്തെക്കുറിച്ചിട്ട് ചോദിച്ചു. കുറച്ച് തെളിവുകൾ സഹിതം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതേ ഒരു ഉപമയാണ്: ഞാൻ തന്നെ പിതാവാണ്, ഞാൻ തന്നെ മകനാണ്, ഞാൻ തന്നെ സുവിശേഷകനുമാണ്. ഇത് 3 പേരും ഒന്നാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കളുടെ കാലൊടിഞ്ഞാൽ, സുവിശേഷകനായ താങ്കളുടെ കാലൊടിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിതാവെന്ന് പറയുന്ന ആളുടെ കാല് ഒടിഞ്ഞിട്ടുണ്ടാവും, പുത്രൻ എന്ന് പറഞ്ഞ ആളുടെ കാല് ഒടിഞ്ഞിട്ടുണ്ടാവും. എന്നതുപോലെ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ പിതാവും ക്രൂശിക്കപ്പെട്ടോ പരിശുദ്ധാത്മാവും ക്രൂശിക്കപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതൊക്കെ ഒരു ചോദ്യം തന്നെ, സാത്താനികമായ ചോദ്യങ്ങളാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും വരാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ധാരാളം സംസാരിച്ചു, കരുണയെക്കുറിച്ച്, വിട്ടുവീഴ്ചയെക്കുറിച്ച്, മരണത്തെക്കുറിച്ചിട്ട്, പരലോകത്തെക്കുറിച്ചിട്ട്. എന്തിനു മാത്രം മറുപടിയില്ല. ദൈവത്തിന്റെ ദൂത് കിട്ടുന്നുണ്ട്, പരിശുദ്ധാത്മ പ്രവർത്തനം അദ്ദേഹത്തിൽ നടക്കുന്നുണ്ട്, അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അതില്ല. ബാക്കി എല്ലാത്തിനും അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു. ഇനി ബാക്കി വിഷയങ്ങളിലേക്ക് കിടക്കാം. എന്നിട്ട് ഇനി തുടർന്ന് പറയുന്ന ഭാഗം ഇതാണ്: ഏകദൈവം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തൃതീയ ഭാവങ്ങളിൽ വെളിപ്പെട്ടതുമല്ല. ദൈവം 3 ഭാഗങ്ങളായി ആസ്തിക്യമുള്ളവനായിരിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. എന്ന് വെച്ചാൽ 3 കമ്പോണന്റ്, 3 ഘടകം കൂടിയ ഒന്നല്ല ഈ ദൈവം. എന്ന് വെച്ചാൽ ആപ്പിളിന്റെ മുട്ടയുടെയൊക്കെ ഉദാഹരണം പറഞ്ഞ പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 കൂടിയ ഒരു ദൈവമല്ല. ഓരോന്നും ദൈവമാണ്, ഓരോന്നും ദൈവമാണ്. കാരണം ദൈവത്തെ വിഭാഗിക്കാനാവില്ല, അദ്ദേഹം തന്നെ പറയാം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത്, അജ്ഞാതനായ ഒരു എഴുത്തുകാരൻ ഇപ്രകാരം സംക്ഷിപ്തപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും ഗ്രഹത്തായ പുസ്തകം എഴുതിയ ആള് തൃത്വത്തിന്റെ അവസാന കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അജ്ഞാതനായ ഒരു എഴുത്തുകാരൻ. അയാളുടെ പേര് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം പുള്ളിക്കില്ല, എഴുതിയ ആൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ശ്രദ്ധിച്ചോണം മറുപടി. ക്രിസ്തീയ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അടിസ്ഥാന ഉപദേശം തിരുവെഴുത്തുകൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഏക ദൈവം, ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിൽ വ്യക്തികൾ എന്ന നിലയിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന സാരാംശത്തിൽ ഒന്നായ 3 ആളത്തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. വല്ലതും മനസ്സിലായോ? ഇല്ല. ഇനിയും കേട്ടോണം. എന്നാൽ അവർ ഏതർത്ഥത്തിൽ വ്യത്യസ്തമായിരിക്കുന്നെന്നോ ഏതർത്ഥത്തിൽ ഒന്നായിരിക്കുന്നെന്നോ നമുക്ക് നിശ്ചയിക്കാനാവില്ല. പണ്ട് ഒരു കളി തോറ്റതിന് ശേഷം ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്: ഞങ്ങളൊട്ട് ജയിച്ചുമില്ല, അവരൊട്ട് തോറ്റുമില്ല.
ഇവിടെ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് വ്യത്യസ്തമാണ് മൂന്നും. അത് ആരെങ്കിലും ഒന്നാണെന്ന് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കത്തില്ല, വ്യത്യസ്തമാണ് മൂന്നും. പക്ഷെ ഇത് ഒന്നാണെന്ന് അറിയത്തില്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വ്യത്യസ്തമായതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒന്നാണെന്ന് പറയുന്നതും എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിനുശേഷം തുടർന്നുള്ള ഭാഗങ്ങളിൽ വളരെ വിശദമായിക്കൊണ്ട് ഇവർ സമർത്ഥിക്കുന്നത് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് തുടർന്ന് സമീപിക്കുക. അതായത് 3 ദൈവങ്ങളുണ്ട്, 3ഉം വ്യത്യസ്തമാണ്, എങ്ങനെ ഒന്നായിരിക്കുന്നു എന്ന് ഇവർക്ക് അറിയില്ല. ഇച്ചൂടെ വലിയ പണ്ഡിതന്മാരുണ്ട്, തീർത്തു പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത് നമുക്കൊരു പുസ്തകം പരിചയപ്പെടാം. ഇത് യേശു ദൈവമോ മനുഷ്യനോ? ഇത് അടുത്ത പുസ്തകമാണ്. പ്രൊഫസർ ഏഴംകുളം സാംകുട്ടി, അതായത് ഈ മെറൈൻ ഡ്രൈവിലൊക്കെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൺവെൻഷൻ നടത്തുന്ന പ്രൊഫസർ ഏഴംകുളം സാംകുട്ടി അവതാരിക എഴുതിയ ചെറിയാൻ കോതകേരി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിന് ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ അവാർഡും ഒക്കെ കിട്ടിയ ധാരാളം ഡിഗ്രികളും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ് ഈ സാരാംശത്തിൽ ഒന്നായിരിക്കുന്നത് എന്നുള്ള കേട്ടോണം. അദ്ദേഹം പറയുന്നത്, കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ അന്തിമഘട്ടത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. ഇവിടെ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച ചില വാചകങ്ങൾ ശ്രദ്ധേയമാണ്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. എന്നിട്ട് അടുത്തൊരു കോട്ടിങ് കൊടുക്കുകയാണ്, നാം ഒന്നായിരിക്കുന്നവർ. ശിഷ്യന്മാരെ കുറിച്ച് പറയാം, നാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പിതാവും പുത്രനും ആത്മാവും ഐക്യതയുടെ ഏകത്വത്തിൽ സംഘടിച്ചു നിൽക്കുന്നു. ഇതുപോലെ അവരും, അതായത് വിശ്വാസികളും യേശുവിൽ ചേർന്ന് ഐക്യത്തിൽ ഒന്നായി വരുവാൻ കർത്താവ് പ്രാർത്ഥിച്ചു. ചുരുക്കത്തിൽ മനുഷ്യന്മാരെല്ലാം കൂടി എങ്ങനെ ഒന്നാകും, അതേപോലെ മാത്രമേ എന്താകുന്നുള്ളൂ, ഞാനും പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ ഒന്നാകുന്നുള്ളൂ എന്നാണ് നമ്മുടെ യേശുക്രിസ്തു പഠിപ്പിച്ചതെന്നാണ് ഈ പണ്ഡിതൻ പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് വെച്ചാൽ, യേശുവിനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് യേശുക്രിസ്തു സ്നാനക്കടവിൽ നിൽക്കുന്നു, മുകളിൽ നിന്നും പിതാവ് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ഈ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, എന്നാൽ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന തത്വം മാറ്റപ്പെടുന്നില്ല. ഈ 3 പേര് 3 അവസ്ഥയിൽ ഒരേ സമയത്ത് നിൽക്കുന്നത് കൊണ്ട് ഇത് ഒന്നാണ് എന്ന തത്വം മാറ്റപ്പെടുന്നില്ല. അപ്പോഴും അവർ മൂവരും ഐക്യതയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഐക്യമാണ്, ഐക്യതയിൽ ഒന്ന് തന്നെ. എന്നിട്ട് പറയാം, വേർപിരിക്കുവാൻ കഴിയാത്ത വിധം പണ്ടൊരാൾ വ്യാഖ്യാനിച്ചതുപോലെ തേങ്ങയുടെ 3 കണ്ണ് പോലെ അല്ല, വേർപിരിയാവുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് നാം ഇവിടെയും കാണുന്നത്. എങ്ങനെയാണ്? നമ്മുടെ തേങ്ങ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മേളിൽ 3 കണ്ണ് കാണുമല്ലോ, എന്നതുപോലെ വേർപിരിക്കാൻ പറ്റാത്തതല്ല. ഇത് വ്യത്യസ്തമായ അസ്തിത്വങ്ങളുള്ള, ഒരേ സമയം നിലനിൽക്കുന്ന വ്യത്യസ്തമായ ദൈവങ്ങളാണ്. ഇത് അടുത്ത പുസ്തകം ഇവിടെ കിട്ടുന്നതാണ്. ഇതെല്ലാം OM ബുക്സിൽ പോയാൽ കിട്ടും. റെജി ഈട്ടിമൂട്ടിൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ് പുത്രൻ പിതാവിന് സാമ്യനോ സമനോ. ഇതിന്റെ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട സുവിശേഷകര നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് OM ഷാമുവൽ, അതായത് ബൈബിൾ കോളേജിന്റെ ഒക്കെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹം, സുവിശേഷകൻ MM സക്കറിയ, അതായത് യഹോവ സാക്ഷികളുമായി ധാരാളം ഡിബേറ്റുകൾ നടത്തിയിട്ടുള്ള MM സക്കറിയ, പിന്നെ സുവിശേഷ പ്രാസംഗികരായ CV വടവന, PS തമ്പാൻ, ജോസ് മാങ്കുടി, കുഞ്ഞുമോൻ തോട്ടപ്പള്ളി, ജെയിംസ് തങ്ങൾ, ഇങ്ങനെ ധാരാളം ആളുകൾ അവതാരിക എഴുതി റെജി ഈട്ടിമുട്ടലിന് കൊടുത്തിരിക്കുന്ന ഈ പുസ്തകത്തിൽ അവതാരിക എഴുതുന്ന സമയത്ത് MM സക്കറിയ, അതായത് ഡിബേറ്റർ ആയിട്ടുള്ള MM സക്കറിയ എഴുതുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. ചിലർ ദൈവപുത്രൻ പിതാവിന്റെ സൃഷ്ടിയാണെന്നും ദൈവമല്ലെന്നും പഠിപ്പിച്ചു. മറ്റു ചിലർ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, മറ്റു ചിലർ പിതാവ് തന്നെയാണ് പുത്രനെന്നും ആ പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായി വന്നതെന്നും മറ്റും പഠിപ്പിച്ചു. അങ്ങനെ പല പല വചന വിരുദ്ധമായ ദുർവ്യാഖ്യാനങ്ങളും കഠിനമായ ദുരുപദേശങ്ങളും രൂപം പ്രാപിച്ചു. എന്ത്? പിതാവും പുത്രനും ഒന്നാണെന്ന് പറയുന്നത് എന്താണ്? കഠിനമായ ദുരുപദേശവും വേദപുസ്തകത്തിന് വിരുദ്ധവുമായ വാദവുമാണ്. എന്നിട്ട് ഇതിനകത്ത് വളരെ സമർത്ഥമായി സമർത്ഥിക്കുന്നത് മുഴുവൻ ദൈവം 3 എന്നാൽ ഇവർ ഐക്യതയിൽ, സ്നേഹത്തിൽ, യോഗ്യതയിൽ, സമത്വത്തിൽ, കഴിവിൽ എല്ലാം ഇവർ ഒന്നാണ്. എന്ന് വെച്ചാൽ ബഹുദൈവങ്ങളുണ്ട്, പക്ഷെ ഒരേ ക്വാളിറ്റിയുള്ള പച്ച ഷിർക്ക്, അതായത് സമത്വം, അള്ളാഹുവിന് പങ്കുവെക്കുക. ഇനി നമുക്ക് ചില ക്ലിപ്പുകളിലൂടെ പോകാം. സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കിന്റെ ചില ക്ലിപ്പുകളിലേക്ക് പോകാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ തന്റെ പ്രവാചകനായ മോശയോട് അരുളി ചെയ്തു,
ഇസ്രയേലെ കേൾക്ക, യഹോവ നമ്മുടെ എലോഹീം. എലോഹീം എന്ന പദം ബഹുവചനമാണ്. യഹോവ നമ്മുടെ എലോഹീം. യഹോവ അവൻ എക്കാറാകുന്നു, അവൻ ഏകത്വമാകുന്നു. അന്ന് മുതൽ പുതിയ നിയമത്തിലുടനീളം നാം കാണുന്ന വിശ്വാസമാണ് ദൈവത്തിന്റെ ഏകത്വം. സർവ്വസാധാരണയായി തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു ഐക്യതയാണ് ഇത്. നാം ചിന്തിച്ചു പോകാറുണ്ട്, ഇസ്ലാം പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും തൗറത്ത് പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഇഞ്ചിൽ പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഒന്നാകുന്നുവെന്ന്. അല്ലേ? അല്ല. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്ന ആ ആവർത്തന പുസ്തകത്തിൽ, പഞ്ചഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു പുസ്തകത്തിൽ, ആവർത്തന പുസ്തകം 6:4 ദൈവം പറയുന്നു, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. എങ്ങനെ? യഹോവ നമ്മുടെ ദൈവങ്ങൾ എന്ന് ഇതുവരെ ആരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ ഇറക്കപ്പെട്ട മുഴുവൻ ബൈബിളിലും അവർ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് യഹോവ നമ്മുടെ ദൈവം. അപ്പൊ എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. യഹോവ നമ്മുടെ ദൈവം, അവർ ഏകൻ തന്നെ. എന്ന് വെച്ചാൽ ദൈവം ഒന്നേ ഉള്ളൂ, യഹോവയാണ് നമ്മുടെ ദൈവം എന്നാണ്. എന്നാൽ ഈ ആശയത്തെ മോശയുടെ വചനത്തെ അട്ടിമറിച്ചുകൊണ്ടും മൂസ അലൈഹി ഇസ്ലാമിന്റെ വാക്കിനെ അട്ടിമറിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട ഈസ അലൈഹി ഇസ്ലാമിന്റെ പേരിലും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വളച്ചൊടിക്കുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഇതിന്റെ തുടർഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. കാരണം ഒന്ന് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ പല വാക്കുകളുണ്ട്. ഒന്ന് എന്ന പദം എബ്രായ ഭാഷയിൽ പറയണമെങ്കിൽ പല വാക്കുകളുണ്ട്. എക്കാദ് എന്നുള്ള പദമുണ്ട്, യാക്കീദ് എന്നുള്ള പദമുണ്ട്. എക്കാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ബഹുത്വത്തിൽ ഏകത്വമാണ്. ബഹുത്വത്തിൽ ഏകത്വമായിരിക്കുന്നതിനെയാണ് എക്കാദ് എന്നുള്ള പദം കൊണ്ട് എബ്രായ ഭാഷയിൽ പറയുന്നത്. ഉദാഹരണങ്ങൾ: ഉൽപ്പത്തി പുസ്തകം 2:24, ആദം ഹൗവമാർ രണ്ടുപേർ, അവർ എക്കാദാകുന്നു, അവർ ഒന്നാകുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ അനേക ജനം അവർ ഒന്നാകുന്നു, എക്കാദാകുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം രണ്ട് കൂട്ടം അവർ ഒന്നാകുന്നു, എക്കാദാകുന്നു. എസ്ര 2:64, 42,360 പേർ, ഒരു സഭ, അവർ ഒന്നാകുന്നു, എക്കാദാകുന്നു. എവിടെയെല്ലാം ബഹുത്വത്തിൽ ഏകത്വമുണ്ടോ അവിടെയെല്ലാം എക്കാദ് എന്നുള്ള പദം കൊണ്ടാണ് തൗറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറയുന്നത്, ആദ്യം പറഞ്ഞു ഏലോഹീം, ദൈവം എന്ന ആ പദം യഥാർത്ഥത്തിൽ ബഹുത്വമുള്ള പദമാണ്. അതുകൊണ്ട് അത് ഏലോഹീമാണ്. അതിന്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട്. രണ്ട്, അതായത് ബഹുത്വം ഉള്ള ദൈവമാണ്. ഇനി ഏകമാകുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നതിന് ഏകത്തിന് അദ്ദേഹം വിശദീകരണം കൊടുക്കുന്നു. ഇവിടെ ഉപയോഗിച്ച ഏകൻ എന്ന് പറഞ്ഞ പദം യക്കാദ് എന്നാണ് ഹീബ്രുവിലുള്ളത്. യക്കാദ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം എന്നാണ്. ഒരു കൂട്ടം ദൈവങ്ങൾ. ഏതുപോലെ? ഒരു ജനം എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഇപ്പൊ ഞാനിപ്പോ പറയാം, ഒരു ജനക്കൂട്ടം. ഒന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ആളുകളുണ്ട്. ഒരു മുന്തിരിക്കൊല, അതിനകത്ത് കുറെ എന്തുണ്ട്? മുന്തിരിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഏകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഒന്നല്ല. നേരെ മറിച്ചിട്ട് അത് പലര് കൂടിയ കുറെ ആളുകളുള്ള ഒന്നാവാനുള്ള സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഏലോഹീം ദൈവങ്ങളാണ്, യക്കാദ് എന്ന് പറയുന്നത് ബഹുത്വമുള്ളതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന അത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. നെറ്റിൽ കയറിയിട്ട് നമ്മൾ ജൂയിഷ് സൈഡിലേക്ക് കയറുക. കാരണം ആവർത്തന പുസ്തകം അവരാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തുവിന് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവർ സൈഡിലേക്ക് പോയിട്ട് യക്കാദ് എന്ന പദത്തിന്റെ അർത്ഥം അടിക്കുക. യക്കാദ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ഒന്ന്. നമ്മൾ സാധാരണ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പറയുന്ന പോലെ ഒന്ന് എന്ന അർത്ഥമേ ഉള്ളൂ. ഈ ഒന്ന് ഒരു കൂട്ടത്തിനും പറയും, ഒറ്റയ്ക്കും പറയും. വെള്ളമെല്ലാം അവിടെ കൂടട്ടെ, വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറയുന്ന ബൈബിൾ വാക്യത്തിനകത്ത് അവിടെ കാണുന്നത് യക്കാദാണ്. ഒരു ദിവസം യക്കാദാണ്. ഇങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ സ്ഥലത്ത് യക്കാദ് ഇഷ്ടം പോലെ പരാമർശിച്ചിട്ടുണ്ട്. അതിന്റെ കോട്ടിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തരാം. പുറപ്പാടിന്റെ പുസ്തകം 9:7, 2 ശമൂവേൽ 13:30, 2 ശമൂവേൽ 17:12, ഇങ്ങനെ തുടങ്ങി ധാരാളം ഭാഗത്തുണ്ട്. ഇനിയും രണ്ടാമത്തെ
ഏലോഹീം, ഏലോഹീം എന്ന് പറയുന്ന പദത്തെ കുറിച്ചിട്ടും യഹൂദന്മാർ, അതായത് തൗറാത്ത് ഇവരൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ആളുകൾ പറയുന്നത് ഏലോഹീം എന്ന് വെച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്ലൂറൽ പദം റെസ്പെക്റ്റീവ് പ്ലൂറലാണ്, അതായത് പൂജക ബഹുവചനമാണ്. അങ്ങനെ ഹീബ്രു പദത്തിൽ ധാരാളം കാര്യങ്ങൾക്ക് ആകാശത്തിന് പറയുന്നത് ബഹുവചനമാണ്, വെള്ളത്തിന് പറയുന്നത് ബഹുവചനമാണ്, മുഖത്തിന് പറയുന്ന ബഹുവചനമാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ബഹുവചനത്തിലുണ്ട്. ഞാൻ നേരത്തെ വായിച്ച അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്ന ഈ പുസ്തകത്തിലും അവർ ആ കാര്യം സമ്മതിച്ചുകൊണ്ട് എഴുതുന്നത് കാണാം. ദൈവത്തെ കുറിക്കുന്ന എബ്രായ വാക്ക് ഏലോഹീം എന്ന ബഹുവചന രൂപത്തിലാണ്. എബ്രായ പദത്തിന്റെ ബഹുവചന പ്രയോഗം അതിൽ തന്നെ തൃത്വത്തിന് തെളിവാകുന്നില്ല. വ്യാകരണകർത്താക്കൾ വിളിക്കുന്ന ബഹുമതി പദത്തിന്റെ ബഹുവചന രൂപം ആയിരിക്കാം അത്. മുഖം, വെള്ളം, ആകാശം എന്നിവയ്ക്കുള്ള എബ്രായ പദങ്ങളും ബഹുവചന പ്രയോഗത്തിലാണുള്ളത്. അപ്പം അതിന്റെ അർത്ഥം ബഹുത്വമുള്ള ദൈവം എന്നല്ല, ദൈവം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ശ്രദ്ധിക്കേണ്ടത്, ബൈബിളിനകത്ത് കുറെ യഹോവമാരുണ്ട്. അദ്ദേഹം പറയുന്നത് ബൈബിളിനകത്ത് ഒരു യഹോവയല്ല, മുകളിൽ ഒരു യഹോവ, താഴെ ഒരു യഹോവ, അബ്രഹാമിന്റെ വീട്ടിൽ വന്ന അപ്പോ ഇറച്ചിയും കഴിക്കുന്ന യഹോവ, അങ്ങനെ ധാരാളം യഹോവയെ അദ്ദേഹം ചിത്രീകരിക്കുന്ന കാണാം. ശ്രദ്ധിച്ചു. യഹോവയാം ദൈവത്തിന്റെ ബഹുത്വത്തിലുള്ള ഏകത്വം എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന കൺഫെഷനിൽ മാത്രമല്ല, യഹോവയാം ദൈവം എപ്പോഴൊക്കെയോ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടിട്ടുണ്ടോ പല അവസരങ്ങളിൽ നാം അവന്റെ ബഹുത്വം കാണുന്നു. യഹോവ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും വെളിപ്പെട്ടപ്പോൾ പല അവസരങ്ങളിലും നാം അവന്റെ ബഹുത്വം കാണുന്നു. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ദൈവമായ യഹോവ പിതാവായ അബ്രഹാമിന് വെളിപ്പെട്ടു. ഉൽപ്പത്തി 18:8, ദൈവമായ യഹോവ അബ്രഹാം സാറ ദമ്പതികൾ ഒരുക്കിയ വിരുന്ന് കഴിച്ചു. തൗറത്തിലുള്ളതാണ്. യഹോവ കഴിച്ചു. യഹോവ കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ചില പ്രവാചകന്മാർ വരാറുണ്ട്. അത് മോശയുടെ ന്യായപ്രമാണത്തോട് ബന്ധമുള്ളവരല്ല. അദ്ദേഹം പറയുന്നത് ദൈവം ഇടയ്ക്ക് അബ്രഹാമിന്റെ വീട്ടിൽ വന്നു. അങ്ങനെ അബ്രഹാം അവിടെ അപ്പോ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ യഹോവ വീട്ടിൽ ഇരുന്ന് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് അപ്പവും ഇറച്ചിക്കറിയൊക്കെ കഴിച്ചു. അത് അങ്ങനെ കഴിച്ചില്ല എന്ന് പറഞ്ഞ ചില പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ മലക്കുകൾ വന്നതും അവർ കൈവലിച്ച സംഭവമൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സംഭവം വെച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, യഹോവ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഇറച്ചി കഴിച്ചു. ഇനി കേട്ടോണം, ഇനിയും ഇതുവരെ ഒരു യഹോവയായിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ പിതാവായ അബ്രാഹിമിനോട് മുഖാമുഖം സംസാരിച്ചു. ആ യഹോവ സൊദോം ഗൊമോരയ്ക്ക് പോയതിനു ശേഷം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു വായിച്ചാൽ, ഭൂമിയിലുള്ള യഹോവ അവൻ ആകാശത്ത് നിന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന്, എത്ര യഹോവയുണ്ട്? ഭൂമിയിൽ ഒരു യഹോവ, ആകാശത്ത് യഹോവ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീയും ഗന്ധകവും ഇറക്കി. ഇവിടെ പറയുന്നത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ, ആകാശത്ത് നിന്ന് തന്നെ ഇറക്കി. ബാക്കി POC ബൈബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യഹോവയുടെ സന്നിധിയായ ആകാശത്ത് നിന്ന് ഇറക്കിയെന്നേ ഉള്ളൂ. ഇദ്ദേഹം വിചാരിച്ചു താഴെ ഒരു യഹോവ, മുകളിൽ ഒരു യഹോവ. കാരണം ഇദ്ദേഹത്തിന്റെ റിസർച്ച് മുഴുവൻ എന്താണ്? യഥാർത്ഥ യഹോവയുടെ ചുറ്റുപരിസരത്ത് ഇങ്ങനെ യഹോവമാരെ തപ്പിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളൊരു കുറ്റം ചെയ്തു, എന്നിട്ട് നിയമത്തെ അട്ടിമറിച്ച് നിയമത്തെ വളച്ചോടിച്ച് രക്ഷപ്പെടാൻ നോക്കുക. അല്ലാതെ കുറ്റം ചെയ്തില്ല എന്ന് പറയുന്നില്ല. ഇനി കുറ്റം അത് നിയമത്തിൽ അനുവദനീയമാക്കാനുള്ള പെടാപ്പാടിന് മൂസ അലൈഹി ഇസ്ലാമിന്റെ വചനമെന്ന് അവർ വിശ്വസിക്കുന്ന ബൈബിളിൽ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ ഒരു 2 യഹോവയെ കുറിച്ച് പറഞ്ഞാൽ യഹൂദന്മാർ അപ്പം എറിഞ്ഞു കൊല്ലും. യഹൂദന്മാരുടെ നാട്ടിൽ ഇത് പറഞ്ഞാൽ അവരുടെ തൗറാത്തിന്റെ നിയമപ്രകാരം അപ്പ സ്പോട്ടിൽ തന്നെ എറിഞ്ഞു കൊല്ലും. ഇനി ബാക്കിയുടെ കേട്ടോ. പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിയ ദൈവം അവൻ ബഹുത്വത്തിൽ ഏകത്വമാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? പ്രവചന പുസ്തകങ്ങൾ നമുക്ക് ഇനിയും നോക്കാം. സെക്രിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അരുളി ചെയ്യുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ശ്രദ്ധിച്ച് കേൾക്കണം. സംസാര കർത്താവ് യഹോവ പറയുകയാണ്, അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. സംസാര കർത്താവ് യഹോവ പറയുന്നു, അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. ആരാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ അയച്ചത്? സെക്രിയാവ് 2:11 3 വാക്യങ്ങൾക്ക് താഴെ അതിന് ഉത്തരമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ
എന്നെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അയക്കപ്പെട്ടവൻ സൈന്യങ്ങളുടെ യഹോവ, അയച്ചത് സൈന്യങ്ങളുടെ യഹോവ. യഹോവയുടെ സത്തയിൽ എത്ര വ്യക്തിത്വമുണ്ട്? കുറഞ്ഞത് 2. എന്ന് മാത്രമല്ല, യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സംസാരകർത്താവിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധയോട് കേൾക്കണം. സംസാരകർത്താവ് പറയുകയാണ്, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഇതാരാണ് സംസാരകർത്താവ്? ദൈവം. ഈ സംസാരകർത്താവ് 12-ാം അധ്യായത്തിൽ പറയുന്ന ഇതേ സംസാരകർത്താവ് 16-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. എത്ര വ്യക്തികളുണ്ട് അവിടെ? സംസാരകർത്താവായ യഹോവ, അയച്ച യഹോവ, യഹോവയുടെ ആത്മാവ്. എത്ര പേരുണ്ട്? 3. തൃത്വം കിട്ടിയോ? പഴയ നിയമത്തിലെ തൃത്വത്തെ കണ്ടോ? 3 യഹോവ പഴയ നിയമത്തിൽ അദ്ദേഹം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? നമ്മൾ യഹൂദന്മാരുടെ സൈറ്റിൽ പോയിട്ട് അവരുടെ തനാക്ക് എടുത്തു. നമ്മൾ തനാക്ക് എടുത്തിട്ട് ഈ ഭാഗം വായിച്ചാൽ അവിടെ അവർക്ക് എളുപ്പത്തിൽ തന്നെ അവരത് കാര്യം എഴുതിയിട്ടുണ്ട്. Said the prophet, and now the Lord has sent me and his word. This is an intermingling of words. The one who said this did not say that is the first part of the words was said by God and the second part by the prophet. 6 വചനങ്ങൾ പറഞ്ഞത് ദൈവം, 7-ാം വചനം പറഞ്ഞത് പ്രവാചകൻ. ആ പ്രവാചകൻ ആദ്യം ദൈവത്തിന് വേണ്ടി പറഞ്ഞു, അതിനുശേഷം പ്രവാചകൻ പറയുന്നു, ഇപ്പോഴോ ദൈവം എന്നെയും അവന്റെ ആത്മാവിനെയും അയച്ചു. ഇദ്ദേഹം നോക്കിയപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, അയച്ചത് വേറൊരു ദൈവം, കൂടെ ആത്മാവും, തൃത്വം അദ്ദേഹത്തിന് അവിടെ കിട്ടുകയാണ്. ഇതേപോലെ ബൈബിൾ ഇപ്പൊ നമ്മൾ പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയത്ത് വരുന്ന സമയത്ത് ചില സമയത്ത് പ്രവാചകന്റേതായി പറയുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് നബി പറയുന്നു, നബി പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറയുന്നതായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുന്ന കാണാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ ഒരിക്കലും പറയില്ല അല്ലാഹ് എന്ത് ചെയ്യുന്നു, അത് അള്ളാഹിനോട് പറയുക എന്നല്ല നമ്മൾ പറയുന്നത്. നേരെ മറിച്ചിട്ട് അവിടെ ഇതിവൃത്തം മനസ്സിലാക്കിക്കൊണ്ട് ആരോട് പറയുന്നതായിട്ട് അള്ളാഹു പറയുന്നു എന്ന് നമ്മളോട് പറയും. എന്നതുപോലെ യഹൂദന്മാർക്കും ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ ആ വ്യാഖ്യാനം കൊണ്ട് എന്തുണ്ടാവില്ല? തൃത്വം ഉണ്ടാവില്ല, ഒരു ദൈവം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോൾ ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് കളഞ്ഞ് എല്ലാം ഒന്ന് എടുക്കാമെങ്കിൽ അയക്കുന്ന യഹോവ, മുകളിലൊരു യഹോവ, താഴെ ഒരു യഹോവ, മൊത്തത്തിൽ ധാരാളം യഹോവയമാരിപ്പോ ബൈബിളിലുണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാന പ്രകാരം മോശയുടെ ഈ വചനം, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം, അവൻ ഏകൻ എന്ന് പറയുന്നതിനെ നമ്മൾ ഇദ്ദേഹത്തിന്റെ വാക്ക് വെച്ച് അർത്ഥം കൊടുത്തത് ഇതേ രൂപത്തിലായിരിക്കും ഇരിക്കുക. ശരിക്കും മോശ പറഞ്ഞത് ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. ഇവര് കൊടുക്കുന്ന വ്യാഖ്യാന പ്രകാരം ഇസ്രായേലെ കേൾക്ക, യഹോവമാർ. എത്ര യഹോവയുണ്ട്? മുകളിലും താഴെയൊക്കെ കുറെ യഹോവ. അപ്പൊ യഹോവമാർ നമ്മുടെ, ഏലോഹിം എന്താ? ദൈവങ്ങൾ, നമ്മുടെ ദൈവങ്ങൾ ആകുന്നു. യഹോവമാർ യക്കാദാകുന്നു. യക്കാദെന്ന് വെച്ചാൽ എന്താ? ഒരു മുന്തിരിക്കൊല പോലെ, അല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടം പോലെ. ഒരു എന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് ഇത് രണ്ടും ഏകദൈവ വിശ്വാസമാണെന്ന് ആര് പറയും? ഇനി രണ്ടാമത്, മോശയോട് ഇങ്ങനെയാണെങ്കിൽ യേശുവിനോട് എങ്ങനെയാണെന്ന് നോക്കാം. യേശുവിനെ കുറിച്ച് ക്ലിപ്പിട്ടെ. നാം ദർശിക്കുന്നു. ഇത് തന്നെയല്ലേ പുതിയ നിയമവും പഠിപ്പിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇസ്രായേലേ കേൾക്ക, കർത്താവ് നമ്മുടെ ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന ഹെൻ എന്ന ഗ്രീക്ക് പദമാണ്. എക്കാദ് എന്നുള്ള പദമായിരുന്നു എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചതെങ്കിൽ ഹെൻ എന്നുള്ള ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന അതേ പദമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഉപയോഗിച്ചത്. ഭാഷ രണ്ടാണെങ്കിലും അർത്ഥം രണ്ട് രീതിയിലും ഉൾക്കൊള്ളുന്നുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് മോശ മാത്രമല്ല പല ദൈവങ്ങളെ പഠിപ്പിച്ചത്, ഇപ്പോൾ യേശുവും പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സകല പരിധിയും അദ്ദേഹം വിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തു എന്താ പഠിപ്പിച്ചത്? ഇസ്രായേലെ കേൾക്ക, യഹോവ ഏകനാന്നുള്ള പദം ഏതാ? ഹെന്നാണ് ഉപയോഗിച്ചത്. ഹെന്നെന്ന് വെച്ചാൽ ഒരു കൂട്ടം എന്നാണ്. അപ്പൊ യേശു ക്രിസ്തു എന്താ പഠിപ്പിച്ചത്? ഒരു ദൈവമാണ് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നത്, ഒരു കൂട്ടം. കാരണം പല സാധ്യതകളുണ്ട് യേശു ക്രിസ്തു ഉൾപ്പെടെ.
ഇതാണോ നമ്മൾ നേരത്തെ സംസാരിച്ച മാർക്കോസിന് സുവിശേഷം 12:29 എന്താ നമ്മൾ കണ്ടത്? യേശു ക്രിസ്തു പഠിപ്പിച്ചു, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് പറയുമ്പോൾ ശാസ്ത്രിയുടെ മറുപടി എന്താ? നന്നു ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ആ ഏകനേ ഉള്ളൂ, അവനല്ലാതെ. ഇനി കൂട്ടമുണ്ടെങ്കിൽ പോലും യേശു അതിലില്ലല്ലോ. നിങ്ങളല്ലാതെ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവിടെ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന അർത്ഥം കിട്ടുക? ഇനിയും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പറയുന്നത് ഹെൻ, ഗ്രീക്ക് പദം ഹെൻ എന്ന് പറയുന്ന ഗ്രീക്ക് പദം എന്നത് ബഹുവചനത്തിന് ഉപയോഗിക്കാമെന്നാണ്. അതിനകത്ത് നമുക്ക് വാദമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. കാരണം ഒന്നെന്നുള്ള പറയുന്ന പദം ഏതിനും ഉപയോഗിക്കാം. ബഹുത്വത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണോ? അല്ല. ഏകവചനത്തിനും ബഹുവചനത്തിനും എല്ലാം ഒന്ന്. നമ്മൾ സാധാരണ ഒന്നെന്ന് പറയുന്നുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഒന്നെന്ന് പറയുന്ന പോലെ ഉള്ളൂ. അവിടെ നമുക്ക് കാണാം സബേദി എന്ന് പറയും, അതായത് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽപ്പെട്ട യോഹന്നാനും യാക്കോബും, ആ ഹീസ് എന്ന് പറഞ്ഞ ക്ലിപ്പിൽ യോഹന്നാനും യാക്കോബിനെയും നിന്റെ മഹത്വത്തിന്റെ നാളിൽ, യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ നാളിൽ ഇടതും വലതും ഇരുത്തണമെന്ന ആവശ്യവുമായി സെബേദി എന്ന് പറയുന്ന ആള് യേശുക്രിസ്തുവിനെ സമീപിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണാം, എന്റെ ഒരു മകനെ, ഹീസ് അല്ലേ, എന്റെ ഒരു മകനെ, ആ ഒരു മകൻ ഹീസ്, അവിടെ നോക്കിയോ, ഹീസ്, മറ്റൊരു മകനെ നിന്റെ ഇടതും, ഹീസ്, ഒരു മകൻ, ഒറ്റ മകൻ. ഇത് ഒരെണ്ണം മാത്രമല്ല. നിങ്ങൾ ബ്ലൂ ലെറ്റർ ബൈബിളിലേക്കോ ഏതെങ്കിലും ലെക്സിക്കോണിലേക്കോ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഇഷ്ടം പോലെ കിട്ടും. എല്ലാം കൂടെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പൊ ഏത് തരത്തിലാണ് ഏകദൈവ വിശ്വാസികളാകാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ പണ്ഡിത നേതൃത്വം വലയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന്, മോശയും പഠിപ്പിച്ചത് ത്രിത്വമാണ്, യേശുവും പഠിപ്പിക്കുന്നത് തൃത്വമാണ്. ഒരു ദൈവത്തെ പഠിപ്പിക്കുന്നേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനിയും ഇത് അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ. ഇനിയും ഞാൻ അദ്ദേഹത്തിന്റെ സൈറ്റിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ സൈറ്റിലേക്ക് കയറിയപ്പോൾ ട്രിനിറ്റിയെ കുറിച്ച് രണ്ട് ലേഖനമാണ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത്. ട്രിനിറ്റി എ ബ്രീഫ് സ്റ്റഡി പോസ്റ്റ് ചെയ്തേക്കുന്നത് അതിന്റെ അഡ്മിൻ തന്നെയാണ്. 2007 നവംബർ 13, അതായത് കുറച്ച് വർഷങ്ങളായി പോസ്റ്റ് ചെയ്തതാണ്. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, വി ഓൾസോ ഫൈൻഡ് ദിസ് ഗോഡ്, നമ്മൾ ദൈവത്തെ കാണുന്നു, റിവീലിംഗ് ഹിംസെൽഫ്, അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആസ് എക്സിസ്റ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റി, ഒരു സമൂഹമായി കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, ദൈവത്തെ കാണിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചില ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, ഓഫൺ അവർ ആൻസർ ഇറ്റ് ഈസ് എ മിസ്റ്ററി. ചില ആളുകൾ പറയും ഇതൊരു മർമ്മമാണ്, നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല എന്ന് ചില ആളുകൾ പറയും. ചില ആളുകൾ പറയും ഇത് സാത്താന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണെന്ന് പറയും. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല മറുപടി കൊടുക്കേണ്ടത്, വളരെ വൃത്തിയായിട്ട് തെളിച്ചു പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. When Muslims or other people think of God as one, മുസ്ലിങ്ങളും മറ്റു ചില ആളുകളും ദൈവം ഒന്നാണെന്ന് പറയുമ്പോൾ അവർ വൺ പേഴ്സൺ യൂണിറ്റി, അതായത് തികച്ചും ഏകനായ ഒരു ദൈവമാണെന്നാണ് അവർ പറയുന്നത്. ബട്ട് ഇൻ അവർ കാഷ്വൽ ലാംഗ്വേജ്, നമ്മുടെ സാധാരണ ഭാഷയിൽ തന്നെ വി യൂസ് മെനി വേർഡ്സ് വിച്ച് ആർ ടേക്കൺ ആസ് വൺ. നമ്മൾ പലപ്പോഴും വൺ എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കാറുണ്ട്. റെഫേഴ്സ് ടു പ്ലൂറൽ യൂണിറ്റി, ബഹുത്വമുള്ള ഒരു ഏകത്വത്തിന്, പലതുകൂടി ഒന്നായിട്ട് നിൽക്കുന്നതിന് നമ്മൾ ഈ പദവും ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയാം, വേർഡ്സ് ലൈക്ക് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ്, ഒരു കപ്പിൾ, ഒരു ഫാമിലി, ഒരു ആർമി, ഒരു കമ്മ്യൂണിറ്റി, ഒരു നേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പലരും കൂടിയിരിക്കുന്ന ദൈവങ്ങളുടെ കൂടിയിരിക്കുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഇതേപോലെ യക്കാദ് ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോ, ഗോഡ് അക്കോർഡിംഗ് ടു ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ അതായത് മോശയുടെ തൗറാത്തിൽ ദൈവം എന്ന് പറയുന്നത് യഹോവ എക്സിസ്റ്റ് ആസ് 3 പേഴ്സൺ. യഹോവ നിലനിൽക്കുന്നത്, യഹോവ 3 വ്യക്തിയായിട്ടാണ് കാണുന്നത്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലും അങ്ങനെയാണെന്നാണ് സമർത്ഥിക്കുന്നത്. ദീസ് 3 പേഴ്സൺസ് ആർ ഡിസ്റ്റിങ് ഫ്രം വൺ അനദർ. ഇത് ഓരോ വ്യക്തികളും മറ്റു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഫാദർ ഈസ് നോട്ട് ദ സൺ, പിതാവ് എന്ന് പറയുന്നത് പുത്രനല്ല. സൺ ഈസ് നോട്ട് ദി ഹോളി സ്പിരിറ്റ്, പുത്രൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല. ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദി ഫാദർ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവുമല്ല. ബട്ട് ഫാദർ ഈസ് യഹോവ, സൺ ഈസ് യഹോവ, ഹോളി സ്പിരിറ്റ് ഈസ് യഹോവ. അങ്ങനെ 3 യഹോവമാരുണ്ട്. ദീസ് 3 പേഴ്സൺസ് ആർ കോ ഈക്വൽ ആൻഡ് കോ എറ്റേണൽ. ഇവർ 3 പേരും തുല്യ യോഗ്യതയുള്ളവരും അതേപോലെ തുല്യ നിത്യതയുള്ളവരുമാണ്. അപ്പൊ എത്ര ദൈവമായി? ഇനിയും അദ്ദേഹം താഴോട്ട് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്,
God is Jesus and Jesus is God. Both statements had different meanings and are not identical in meaning. God is Jesus. ദൈവം യേശുവാണെന്ന് പറയുന്നതും യേശു ദൈവമാണെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. കാരണം അദ്ദേഹം പറയാൻ കാരണം, യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം യേശു ദൈവമാണെന്നേ പറഞ്ഞുള്ളൂ, ബാക്കി ദൈവങ്ങളില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം യേശുവാണെന്ന് പറഞ്ഞാൽ വേറെ രണ്ടുപേരെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, പരിഗണിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് ഉപയോഗിക്കേണ്ടത് യേശു ദൈവമാണെന്ന് പറയാം, ദൈവം യേശുവാണെന്ന് പറയരുത്. അത് ഒരു മണ്ടത്തരമാണ്. കാരണം മറ്റേ രണ്ടുപേരെ അതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം. ഞാൻ ഈ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ക്രൈസ്തവ സുഹൃത്തുക്കൾ ഏകം എന്നൊരു പദം കണ്ടതുകൊണ്ട് ഏകദൈവ വിശ്വാസികളാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു നിങ്ങളുടെ പണ്ഡിത നേതൃത്വം. ഒരിക്കലും നിങ്ങൾ അതിന് ഒരു കാരണവശാലും നിങ്ങൾ പിടികൊടുക്കാൻ പാടില്ല. നിങ്ങൾ കുതിരിമാറണം, നിങ്ങൾ പ്രവാചകന്മാരുടെ പാത സ്വീകരിക്കണം. ആ സമൂഹം ഏത് രീതിയിൽ മനസ്സിലാക്കിയോ അതിലേക്ക് നിങ്ങൾ വരണം. ഖുർആൻ അത് എടുത്തു പറഞ്ഞ വിഷയമാണ്. ഞങ്ങൾ ഈ പറയുന്നത് പോലെ അല്ലേ പണ്ഡിത. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സൈറ്റിൽ നേരിട്ട് കയറിയാൽ സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കിന്റെ 2 ലേഖനങ്ങൾ, ഒന്ന് എ ബ്രീഫ് സ്റ്റഡി, ട്രിനിറ്റി എ ബ്രീഫ് സ്റ്റഡി, എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ട്രിനിറ്റി എന്ന് പറഞ്ഞ് നോക്കിയാൽ കാണാം. ഇനി അദ്ദേഹം ഈ ദൈവങ്ങൾ തമ്മിലുള്ള ബന്ധം പറയുന്നത് ശ്രദ്ധിച്ചോ, അതാണ് രസം. ഇവർ തമ്മിലുള്ള ബന്ധം പറയാം. ദ 3 persons ഓഫ് ട്രിനിറ്റി ആർ ഡീപ്ലി ഇന്റർ റിലേറ്റഡ്. അവർ തമ്മിൽ പരസ്പരം ഭയങ്കര ബന്ധമുണ്ട്. മ്യൂച്വലി ഇൻഡവൽ വൺ അനദർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴകി ചേർന്നിരിക്കുകയാണ്. ദസ് ഹാവ് എ നെസസറി ആൻഡ് അൺബ്രേക്കബിൾ വൺനെസ്. അങ്ങനെ അവരുടെ ഇടയിൽ അനിവാര്യമായതും മുറിഞ്ഞു പോകാത്തതുമായ ഒരു ഏകത്വം അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈവൻ ദോ എന്ന അവർ 3 will exist, 3 അവർ നിലനിൽക്കുന്നെങ്കിലും യെറ്റ് ഓൺലി 1 will is expressed. അവരുടെ ഒറ്റ ആഗ്രഹം മാത്രമേ എക്സ്പ്രസ് ആവുന്നുള്ളൂ. 3 പേരുണ്ടെങ്കിലും 3 താല്പര്യമില്ല ഇവർക്ക്, ഒറ്റ താല്പര്യം ഇവർക്കുള്ളൂ. വാട്ട് എവർ ദേ ഡു, അവരെന്ത് ചെയ്താലും ദേ ഡു ടുഗദർ, അവരൊരുമിച്ച് ചെയ്യും. ഇത് ഏകദൈവ വിശ്വാസമാണോ എന്ന് ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവരൊന്ന് ചിന്തിക്കണം. ഇതും ഏകദൈവ വിശ്വാസമാണെങ്കിൽ പിന്നെ ബഹുദൈവ വിശ്വാസം ലോകത്തില്ല. ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടാവില്ല. പിന്നെ അവർ പറയുന്നത് കേട്ടോണം, ഈവൻ ദോ 3 will exist, yet only 1 will is expressed. Whatever they do together, because the members of Trinity share the same essence. ഇനി എസൻസ് അടുത്ത് ഞാൻ പറയുന്നുണ്ട്. എന്താണ് ഈ എസൻസ്, സാരാംശം? ബിക്കോസ് ദ മെമ്പേഴ്സ് ഓഫ് ട്രിനിറ്റി, അതായത് ഈ തൃത്വത്തിലെ അംഗങ്ങൾ ഷെയർ ദി സെയിം എസൻസ്, 3 പേർക്കും തുല്യമായ ഗുണങ്ങളാണ്. ആൻഡ് മ്യൂച്വലി ഇൻഡവൽ വൺ അദർ, പരസ്പരം അങ്ങോട്ടും ചേർന്ന് ഇരിക്കുകയാണ്. ദേ ഓൾസോ ആക്ട് ആസ് വൺ റാദർ ദാൻ ഇൻ ഐസൊലേഷൻ ഫ്രം വൺ അദർ. ചിലപ്പോൾ അവർ വ്യത്യസ്തമായി 3 പേരും ഒരുമിച്ചല്ലാതെ മാറി ഐസൊലേറ്റ് ചെയ്തിട്ടും അവർ പ്രവർത്തിക്കാറുണ്ട്. ദ ആക്ട്സ് ഓഫ് ഗോഡ് ആർ ഓൾവേസ് ദ ആക്ട്സ് ഓഫ് ഈച്ച് മെമ്പർ. ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തൃത്വത്തിലെ ഓരോ ആളുടെയും പ്രവൃത്തിയാണ്. വൺ ഓർ മോർ ഇനിഷ്യേറ്റിംഗ് ദ പ്രോസസ്. 1-2 ആളുകൾ പ്രവർത്തനം തുടങ്ങുന്നു. ആൻഡ് അതേഴ്സ് ബാക്കിംഗ് ഇറ്റ്. ബാക്കിയുള്ളവർ അതിനെ എന്ത് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു. ഇതൊരു ദൈവമാണോ? 1-2 ആളുകൾ തുടങ്ങും, ബാക്കിയുള്ള ആളുകൾ ബാക്കപ്പ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, there is no conflict. അവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല. നോ കോമ്പറ്റീഷൻ, അവർ തമ്മിൽ യാതൊരു മത്സരവുമില്ല. നോ കൺഫ്യൂഷൻ, അവരുടെ യാതൊരു ആശയക്കുഴപ്പമില്ല. ബിക്കോസ് അവരുടെ വലിയ സ്നേഹം നിലനിൽക്കുന്നു. ഇവർ തമ്മിൽ വലിയ സ്നേഹമായതുകൊണ്ട് ഇവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല, യാതൊരു ആശയക്കുഴപ്പവുമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒറ്റ താല്പര്യമേ ഉള്ളൂ. അങ്ങനെ അവർ വളരെ സ്നേഹത്തിലാണ്. ഇത് ഏകദൈവ വിശ്വാസമാണെന്ന് ആരെങ്കിലും പറയോ? ഒരാൾക്ക് 3 ഭാര്യമാരുണ്ട്, 3 ഭാര്യമാർ തമ്മിൽ നല്ല സ്നേഹം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏകഭാര്യത്വമാണ് അദ്ദേഹത്തിന്റെ സമ്പ്രദായം എന്ന് പറയോ? ബഹുഭാര്യത്വം തന്നെ പറയണ്ടേ? ഇനി അദ്ദേഹം പറയാണ് വളരെ ലോജിക്കലായിട്ടുള്ള, ഇനിയിപ്പോ ഏതെങ്കിലും ആളുകൾ പിതാവ് തന്നെയാണ് പുത്രനെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി അദ്ദേഹം പറയാണ്, ഗോഡ് ദ സൺ, പുത്രൻ എന്ന് പറയുന്ന ദൈവം ടേക്സ് ഇൻകാർണേഷൻ. പുത്രൻ എന്ന് പറയുന്ന ദൈവമാണ് മനുഷ്യനായിട്ട് വന്നത്. ആൻഡ് നോട്ട് ഗോഡ് ദ ഫാദർ. പിതാവ് എന്ന് പറഞ്ഞ ദൈവമല്ല പുത്രനായിട്ട് വന്നത്. പിന്നെ ആരാ വന്നത്? പുത്രനായിട്ട് വന്നത് പുത്രൻ എന്ന് പറഞ്ഞ ദൈവമാണ്, പിതാവ് എന്ന് പറഞ്ഞ ദൈവം അല്ല. സോ ലെറ്റ്സ് നോട്ട് പ്രേ താങ്ക് യു ഫാദർ ഫോർ ഡൈയിങ് ഓൺ ദ ക്രോസ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത്, പിതാവെ നന്ദി, നീ എനിക്ക് വേണ്ടി കുരിശേ കയറി മരിച്ചല്ലോ എന്ന്. എന്ത് ചെയ്യരുത്? പിതാവിനെ കുറിച്ച് പറയരുത്. കാരണം പിതാവല്ല മരിച്ചത്. ഫാദർ ഡിഡ് നോട്ട് ഡൈ ഓൺ ദ ക്രോസ്, ഇറ്റ് വാസ് ഗോഡ് ദ സൺ. ആരെ മരിച്ചിട്ടുള്ളൂ? പുത്രൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ, പിതാവ് മരിച്ചു എന്ന് പറയരുത്. എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താ ഇതൊന്നും ഒരു ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളല്ലേ? അദ്ദേഹം
പ്രകൃതിയിൽ നിന്നും ധാരാളം ഉദാഹരണങ്ങൾ അദ്ദേഹം എടുക്കുകയാണ്. ഇത് കേൾക്കുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾ ചിന്തിക്കണം, ഇതാണോ മോശയൊക്കെ പഠിപ്പിച്ച, യേശുവൊക്കെ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം എന്ന് ശ്രദ്ധിച്ചോണം. അദ്ദേഹം പറയുന്നു, ധാരാളം ഉദാഹരണം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു വാക്കുകൾ ഉണ്ടാകുന്നത് ധാരാളം അക്ഷരങ്ങൾ കൂടിയല്ലേ. ഈ ദൈവങ്ങൾ ഇന്ന് 3 പേരുണ്ടെങ്കിൽ ഇവരുടെ ഐക്യത്തിന് സാധ്യത അദ്ദേഹം കണ്ടെത്തുകയാണ്. എ വേർഡ് ഈസ് മേഡ് അപ്പ് ഓഫ് മെനി ആൽഫബറ്റ്സ്. ധാരാളം അക്ഷരങ്ങൾ കൂടി ഒരു വാക്കുണ്ടായിരിക്കുന്നു. എ പെയിന്റിംഗ് ഓഫ് മെനി കളേഴ്സ് പ്രൊഡ്യൂസസ് എ ഹാർമോണിയസ് മൊസൈക്ക്. പല കളർ കൂടി എന്ത് ചെയ്യുന്നു, നല്ലൊരു ചിത്രം ഉണ്ടാകുന്നു. ആൻ ഓർക്കസ്ട്ര ഓഫ് മെനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രൊഡ്യൂസസ് സിംഫണി. പലതരം ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ ശബ്ദം ഉണ്ടാക്കുന്നു എന്നതുപോലെ പല ദൈവങ്ങൾ കൂടിയാലും ഒരു ഒറ്റയായിട്ട് പ്രവർത്തിക്കാൻ സംവിധാനം, അതിനകത്തൊന്നും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. ഇനിയും അദ്ദേഹം പറയാണ് അടുത്തൊരു ലോജിക്കൽ പോയിന്റ്. ബൈബിൾ സേസ് ഗോഡ് ഈസ് ലവ്. ബൈബിൾ പറയുന്നു ദൈവം സ്നേഹമാണെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, ദൈവമാകെ ഒന്നേ ഉള്ളെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കും? ദൈവമാകെ ഒന്നേ ഉള്ളെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കും? അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം സ്നേഹം ഉണ്ടാവണമെങ്കിൽ സ്നേഹിക്കുന്ന ആളും സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയും ഉണ്ടാവണം. അപ്പൊ രണ്ടുപേരും മിനിമം ദൈവത്തിലുണ്ടെങ്കിലേ എന്താവുള്ളൂ, ഗോഡ് ഈസ് ലവ് ആവുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇനിയിപ്പം നമ്മൾ പറയാണ് നമ്മളൊക്കെ സൃഷ്ടികളായിട്ടില്ലേ, അപ്പൊ നമ്മളെ അങ്ങ് സ്നേഹിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ അതൊരു അബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന് സ്നേഹം എന്ന് പറയുന്ന ക്വാളിറ്റി നിലനിൽക്കണമെങ്കിൽ സൃഷ്ടികൾ വേണമെന്ന് നമ്മൾ വാദിക്കുന്നു. അതിലൊക്കെ അക്കീതയൊക്കെ വളരെ സ്ട്രോങ് ആണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൽ തന്നെ എന്തുകൊണ്ട് 3 അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പ്ലൂറാലിറ്റി ഉണ്ടായേ പറ്റൂ. നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയേ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹം എത്തിയ കൺക്ലൂഷൻ എന്താ? സബ്ജക്ട് ഫാദർ ഹു ലവ്സ്. ഫാദർ എന്ന് പിതാവ് എന്ന് പറയുന്ന ആള് സ്നേഹിക്കുന്ന ആള്. ആൻ ഒബ്ജക്ട് സൺ ഹു ഈസ് ലവ്ഡ്. പുത്രനാരാ സ്നേഹിക്കപ്പെടേണ്ടത്? സ്നേഹിക്കുന്ന ആള് പിതാവ്, സ്നേഹിക്കപ്പെടേണ്ടത് പുത്രൻ. ആ മീഡിയം, ആ സ്നേഹിക്കാനുള്ള മാധ്യമം ഏതാ? ആ മാധ്യമം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ദിസ് കമ്പൈൻഡ് വിത്ത് ദ യൂണിറ്റി ഓഫ് എസൻസ് ഓഫ് ഗോഡ് ഈസ് ദ ക്രിസ്ത്യൻ ഡോക്ട്രൈൻ ഓഫ് ട്രിനിറ്റി. ഇതാണ് ക്രൈസ്തവ സങ്കല്പം പറയുന്ന ട്രിനിറ്റി. ഇനിയും ഇദ്ദേഹത്തിന്റെ ഒരു ലേഖനം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഇദ്ദേഹം പറയുന്നു, വളരെ സങ്കടം, ഇറ്റ് ഈസ് സാഡ് ടു സീ ദ കണ്ടക്ഷൻ ഓഫ് ചർച്ച് വെയർ പാസ്റ്റേഴ്സ്, പ്രീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ആർ അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ദ ഡോക്ട്രൈൻ ഓഫ് ട്രിനിറ്റി സ്ക്രിപ്ചറലി. വളരെ സങ്കടകരമാണ് ഈ കാര്യം. എന്ത്? പണ്ഡിതന്മാരും പാസ്റ്റർമാരും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നവരുമായിട്ടുള്ളവർക്കൊന്നും യഥാർത്ഥത്തിൽ തൃത്വം വിശദീകരിക്കാൻ അറിയത്തില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം അത് സാഹസത്തിന് മുദ്രയാണ്. അദ്ദേഹം പറയുന്നത് എസൻസ് എന്താണ്, ക്രൈസ്തവർക്ക് എസൻസ് എന്താണെന്ന്. ഞാൻ സാധാരണ സാരാംശത്തിൽ ഒന്നാണ് എന്ന് എന്നോട് പണ്ട് പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വെച്ചപ്പോൾ പുള്ളി എനിക്കൊന്നും പറഞ്ഞു തന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക് വന്ന പാസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ സാരാംശം, ഈ മലയാള പദത്തെ ഉദ്ദേശിച്ചത്? അപ്പോൾ പുള്ളി പറഞ്ഞു, സാരാംശം എന്ന് വെച്ചാൽ സത്ത. ഞാൻ പറഞ്ഞു, സത്ത എനിക്ക് മനസ്സിലായി, ഇത് സത്തയിൽ എങ്ങനെ ഒന്നാകും? എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഒന്നാകുന്നത് എങ്ങനെയാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് എസൻസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എസൻസ് ആണെന്ന് എനിക്ക് അത് എങ്ങനെ ഒന്നാവും? അത് നേച്ചറാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് എസൻസ് എന്താന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യം പിടികിട്ടുന്നത്. അദ്ദേഹം പറയുന്നത് എസൻസ് എന്ന് വെച്ചാൽ, അഥവാ സാരാംശം എന്ന് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം, സാരാംശത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു ഗുണമാണ്. ആ ഗുണമില്ലെങ്കിൽ ആ വസ്തു അല്ല എന്ന് പറയേണ്ടി വരും. അത്ര വളരെ അനിവാര്യമായ ഒരു ഗുണം. ഉദാഹരണം പറഞ്ഞാൽ, ഉപ്പിനെ ഉപ്പാക്കുന്നത് ഉപ്പുരസമാണ്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യത്വമാണ്, ദൈവത്തെ ദൈവമാക്കുന്നത് ദൈവത്വമാണ് എന്നതുപോലെ ഈ കാര്യത്തിന് പറയുന്നതാണ് എസൻസ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഇൻ ദ സെൻസ് ഓഫ് എസൻസ്, എസൻസിന്റെ കാര്യത്തിൽ എടുത്താൽ ഗോഡ് ഈസ് ന്യൂമറിക്കലി വൺ. ദൈവം ഒന്നാണ്. എങ്ങനെ? ഞെട്ടിപ്പോവും. ആസ് എ കമ്മ്യൂണിറ്റി, ഒരു വർഗം എന്നുള്ള നിലയിൽ, നൗദുബില്ല, ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു കൂട്ടം എന്നുള്ള നിലയിൽ, ഒരു സംഘം എന്നുള്ള നിലയിൽ അവർ ഒന്നാണ്. അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നു, എന്നാലോ ഗോഡ് പോസസ് വൺ എസൻസ് ഓഫ് ഗോഡ്നെസ് ജോയിന്റ്ലി ആൻഡ് കളക്റ്റീവ്ലി ഇൻ 3 persons. 3 വ്യക്തികളായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അവർ എസൻസിൽ അവർ ഒന്നാണ്. ഹെൻസ് ഇൻ ദി സെൻസ് ഓഫ് പേഴ്സൺ, വ്യക്തികൾ എത്രയുണ്ട്, എത്ര ദൈവമുണ്ട് എന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് 3, എക്സിസ്റ്റിംഗ് ആസ് 3 persons possessing 1 essence. 3 ദൈവങ്ങൾ തുല്യമായ എസൻസോടുകൂടി നിലനിൽക്കുന്നു.
എന്നിട്ട് ഇദ്ദേഹം പറയാണ് വിത്തൗട്ട് കൺഫ്യൂഷൻ, യാതൊരു കൺഫ്യൂഷനും അദ്ദേഹത്തിനില്ല. ഗോഡ് ഈസ് വൺ ഇൻ എ പർട്ടിക്കുലർ സെൻസ്. ദൈവം ഒന്നാണെന്ന് പറയുന്നത് ഒരു പ്രത്യേക സെൻസിലാണ്, പ്രത്യേക നിലയിലാണ്. എങ്ങനെയാണ്? ഇൻ ദ സെൻസ് ഓഫ് എസൻസ് ഗോഡ് ഈസ് വൺ. സാരാംശം, അവരുടെ ഗുണങ്ങൾ, അവരുടെ കഴിവുകൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗോഡ് ഈസ് വൺ. ഏതുപോലെ? എക്കാതുപോലെ ഒരു കൂട്ടം. ഇൻ ദ സെൻസ് ഓഫ് എസൻസ് ഗോഡ് ഈസ് വൺ ആൻഡ് ഇൻ ദ സെൻസ് ഓഫ് പേഴ്സൺസ് എത്രയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചാൽ ഹി ഈസ് ത്രീ. അവർ മൂന്നാണ്. ബിക്കോസ് ഓഫ് ദ ടു ഡിഫറെന്റ് സെൻസസ് ഇൻ വിച്ച് ഗോഡ് ഈസ് വൺ ആൻഡ് ത്രീ ദ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി ഈസ് നോട്ട് എ കോൺട്രാഡിക്ഷൻ. പുള്ളി പറയുന്നത് ഒരേ രീതിയിലല്ല ഞങ്ങൾ ഒന്നാണെന്നും മൂന്നാണെന്നും പറയുന്നത്. അങ്ങനെയാണ് വൈരുദ്ധ്യമാണ്. ഒരേ നിലയിൽ ഒന്നാണെന്നും മൂന്നാണെന്നും പറഞ്ഞാൽ പക്ക വൈരുദ്ധ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ രണ്ട് നിലയിലാണ് പറയുന്നത്. ഒന്നാണെന്ന് പറയുന്നത് ഏത് രീതിയിലാ? ആ ഗുണങ്ങളുടെ പേരിൽ അവരെല്ലാവരും ഒരു സംഘം, ഒരു കൂട്ടം എന്നുള്ള നിലയിൽ അവരൊന്നാണ്. പിന്നെ മൂന്നാണെന്ന് ഞങ്ങൾ പറയുന്നത് ഏതാ? എത്രയുണ്ടെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ മൂന്നെന്ന് പറയും. നമ്മൾ ആരെങ്കിലും ക്രൈസ്തവരോട് ദൈവത്തിന്റെ ഗുണമാണോ ചോദിച്ചത്? എത്ര പേരുണ്ടെന്നാണോ ചോദിച്ചത്? ക്രൈസ്തവരോട് നമ്മൾ എസൻസ് ആരെങ്കിലും ചോദിച്ചോ? നമ്മൾ അവരോട് ചോദിച്ച ഏക ചോദ്യം ഏതാ? എത്ര ദൈവമുണ്ട് നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പം എന്ത് മറുപടിയായിരുന്നു ഇവർ പറയേണ്ടത്? ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ 3 ദൈവമുണ്ട്, പക്ഷെ ഇവർ തമ്മിൽ വളരെ സ്നേഹത്തിലും വളരെ ഐക്യത്തിലുമാണ്, ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. ഒന്ന് പറയുന്ന ആളിന് അറിയില്ല, അവരെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരത് നമ്മളെ ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല, അവർക്കറിയില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതുപോലെ ഇപ്പൊ നമുക്ക് പറയാം, ഞാൻ ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഒന്നാണ്. സൃഷ്ടി എന്ന നിലയിൽ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഒന്നാണ്. പക്ഷെ എത്ര പേരിവിടെ ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? എണ്ണം പറയണം. പക്ഷേ എത്രയുണ്ട് എന്ന് ക്രൈസ്തവരോട് ചോദിക്കുമ്പോൾ ക്രൈസ്തവർ എണ്ണക്കണക്കല്ല പറയുന്നത്, എണ്ണത്തിന്റെ കണക്കല്ല പറയുന്നത്, നേരെ മറിച്ച് ഗുണത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഏതുപോലെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു കടയിൽ കയറി 3 പഴം കഴിച്ചിട്ട് ഇറങ്ങി വരുന്നു. ക്യാഷ് കൗണ്ടറിൽ വന്നപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ആൾ ചോദിച്ചു, എത്ര പഴം കഴിച്ചു? അദ്ദേഹം പറഞ്ഞു 1 പഴം. അങ്ങനെ കടക്കാരൻ അവിടുന്ന് 3 പഴത്തൊലി എടുത്തുകൊണ്ട് കാണിച്ചിട്ട് ചോദിച്ചു, 3 പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്? ഈ 3 പഴത്തൊലി കണ്ടിട്ടും അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ 1 പഴമാണ് കഴിച്ചത്. കാരണം എന്താ? ഇൻ എസൻസ്, ഗുണത്തിൽ ഈ പഴമെല്ലാം ഒന്നാണ്, എണ്ണത്തിൽ ഈ പഴം 3 ഉണ്ട്. എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്, എസൻസ് ഒന്നെന്ന് വെച്ചാൽ ഒന്നിന് മാത്രമല്ല പറയുന്നത്, ഒരു കൂട്ടത്തിന് പറയും, ഒരു ജനതയ്ക്ക് പറയും, മുന്തിരിക്കുലയ്ക്ക് പറയും. അതുകൊണ്ട് ഈ 3 എണ്ണമല്ല, ആ പഴക്കൊലയിലെ മുഴുവൻ പഴം ഞാൻ കഴിച്ചാലും എനിക്ക് എന്തെന്ന് അവകാശപ്പെടാം? 1 അവകാശം എന്ന് പറഞ്ഞാൽ ആ കടക്കാരൻ ഇദ്ദേഹത്തെ എന്തായിരിക്കും ചെയ്യാം? എന്തായിരിക്കും ഇദ്ദേഹത്തെ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ക്രൈസ്തവ സുഹൃത്തുക്കളോട് നമ്മൾ പറഞ്ഞ വിഷയം, എത്ര നിങ്ങളുടെ ദൈവങ്ങളുടെ എസൻസിൽ ഏറ്റക്കുറവുണ്ടോ? എങ്ങനെയാ? തമ്മിൽ സ്നേഹമാണോ അതോ വല്ല വഴക്കുണ്ടോ? അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ, അതിന്റെ സീറ്റിംഗ് എങ്ങനെയാ? ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ഒറ്റ ചോദ്യമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ മോശയും യേശുവും മുൻകാല പ്രവാചകന്മാരും പഠിപ്പിച്ച ഏക ദൈവ വിശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു. പക്ഷേ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് 3 ദൈവം ഒന്നും പഠിപ്പിക്കാതെ 3 കൂടിയ ഏകം എന്ന ഒരു പദം അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ക്രൈസ്തവ സമൂഹം ചിന്തിക്കാത്തത് കൊണ്ടോ അവർക്കല്ലെങ്കിൽ അതിനുള്ള അധികാരം വകവെച്ചു കൊടുത്തത് കൊണ്ടോ ഏതായാലും ശരി, അവരെ സംബന്ധിച്ചോളം ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹു 3-ൽ ഒരുവനാണ്. അള്ളാഹിനെ നിങ്ങൾ സൈഡാക്കിക്കൊണ്ട് നിങ്ങൾ പറയുകയും ചെയ്യരുത്. ദൈവത്തിനെ നിങ്ങൾ സൈഡാക്കിക്കൊണ്ട് മാറ്റി നിർത്തരുത്. ദൈവത്തിന് സമന്മാരായി സാരാംശത്തിൽ ദൈവത്തിന്റെ ഗുണത്തോടുകൂടി വേറെ 2 പേരെയും കൂടെ നിങ്ങൾ സൃഷ്ടിക്കരുത്. അങ്ങനെ സൃഷ്ടിച്ചാൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സന്ദേശവും അതേപോലെ മുൻകാല പ്രവാചകന്മാരും ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും പഠിപ്പിച്ച കാര്യം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഓരോ വിശ്വാസിയോടും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് അത് നിങ്ങൾ തിരുത്തുകയും സത്യത്തെ സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിൻ്റെ പാതയിലേക്ക് വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക്